Glory to God. You can start, sister. This is from the beginning. തുടക്കം മുതലാണ്. പറഞ്ഞു വന്ന ടോപ്പിക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു ഫസ്റ്റ്. എന്റെ ഇടയ്ക്ക് ഒന്ന് മിസ്സായിപ്പോയി. ഓക്കെ. സ്വർഗസ്ഥ പിതാവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം എല്ലാവരെയും അറിയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം ദൈവരാജ്യം എന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഈ സുവിശേഷം നിങ്ങൾ അറിയുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സുവിശേഷം എന്ന് പറയുന്നത് സാത്താന്റെ ശിക്ഷാവിധിയെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്, സാത്താന്റെ ഭരണത്തെ എടുത്തു കളയുന്നതാണ്. അതുകൊണ്ട് സാത്താൻ നാം ഇത് അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മെസ്സേജിന്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് സാത്താൻ എന്തുകൊണ്ട് വ്യാജ സുവിശേഷം രൂപീകരിച്ചു എന്നുള്ളതാണ്. വ്യാജ സുവിശേഷം സാത്താൻ രൂപീകരിച്ചത് എന്തിന്? അപ്പോ നമ്മളിൽ പലർക്കും വ്യാജ സുവിശേഷം എന്ന ഒരു സുവിശേഷം ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയത്തില്ല. കാരണം സുവിശേഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ പലർക്കും അത് മതി. സുവിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് നല്ല വിശേഷം എന്ന് പറയുന്ന ഒരു ക്രമീകരണമാണ്. ഇംഗ്ലീഷിൽ ഗുഡ് ന്യൂസ് എന്ന് പറയും. എന്തൊക്കെ ഗുഡ് ന്യൂസ് ഉണ്ട്, പല പല ഗുഡ് ന്യൂസ് ഉണ്ടല്ലേ. വീട്ടിലെ ഒരു മോളുടെ കല്യാണം നടക്കുക, ഗുഡ് ന്യൂസാണ്. പല പല ഗുഡ് ന്യൂസുകളുണ്ട്. ഇതാ മോൻ അമേരിക്കയിൽ നിന്ന് വരുന്നു, ഗുഡ് ന്യൂസാ. വിവാഹം കഴിച്ച മോൾക്ക് വിശേഷമുണ്ട്, ഗുഡ് ന്യൂസാ. പക്ഷെ ഈ ഗുഡ് ന്യൂസുകളുടെ ഒക്കെ മുകളിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതിനേക്കാൾ വലിയൊരു ഗുഡ് ന്യൂസ് ഇല്ല. ആ ഗുഡ് ന്യൂസ് ആണ് സുവിശേഷം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പ്രസംഗിച്ചത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പോ ഇതൊരു സന്ദേശമാണ്. ഈ സന്ദേശം മനുഷ്യരായ നമ്മൾ അറിയാതെ ഇരിപ്പാണ് പിശാച് ആഗ്രഹിക്കും. ഐ ആം എ ലൈഫ് കോച്ച്. ഈ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നും എങ്ങനെയാണ് ഈ ജീവിതം നാം നയിക്കേണ്ടതെന്നും ഒക്കെ യേശു ക്രിസ്തുവിനെ പോലെ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഒരവയവമാണ്. എന്റെ തല ക്രിസ്തുവാണ്. അപ്പൊ തലയിൽ നിന്നാണ് അവയവത്തിന് ചിന്ത വരുന്നത്. ക്രിസ്തുവിന്റെ തല ദൈവമാണ്, സ്വർഗസ്ഥ പിതാവാണ്. ഞാൻ പറയണല്ല, ബൈബിള് പറയുന്ന സഭക്കാര് നല്ലൊരു പങ്ക് ഇത് ആവർത്തിക്കാറില്ല. അപ്പോ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി ഞാൻ നിങ്ങൾ പ്രവർത്തിച്ചാൽ നല്ലത്. അപ്പൊ ഇവിടെ സാത്താൻ എന്തിനാണ് വ്യാജ സുവിശേഷം രൂപീകരിച്ചത് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ രത്നച്ചുരുക്കമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും രത്നച്ചുരുക്കമായി പറയുന്നുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അടുത്ത സന്ദേശങ്ങൾ നമുക്ക് ചെയ്യാം. എന്തിനാണ് സാത്താൻ വ്യാജ സുവിശേഷം രൂപീകരിച്ചത്? നമ്പർ 1, സുവിശേഷം എന്താന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താ സുവിശേഷം? നല്ലൊരു ഒന്നും പറയും, തിമോത്തിസിലൊരു വേട്, ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവാണ് സുവിശേഷം. എനിക്ക് യാതൊരു സംശയമില്ല, യേശു സുവിശേഷം തന്നെയാണ്. പക്ഷെ ഇതല്ലല്ലോ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. നമ്മൾ ഇതും വെച്ചുകൊണ്ട് പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളായി യേശു പ്രസംഗിച്ച സുവിശേഷത്തെ എടുത്തു കളഞ്ഞു.
ഇതല്ലല്ലോ യേശു പ്രസംഗിച്ചു. യേശു പ്രസംഗിച്ചത് ഞാൻ മരിച്ചു, ഇതാ മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എന്നെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് നാം പറയുന്ന കാര്യമാണോ എന്റെ ദൈവദാസനെ, ദൈവദാസിയെ, അച്ചോ യേശു പ്രസംഗിച്ചേ? പിശാച് നമ്മളെ വെറും മരവണ്ണന്മാരാക്കി കളഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളാം, ഇതൊന്നും അല്ല യേശു പ്രസംഗിച്ചത്. യേശു പ്രസംഗിച്ചത് ഒരു ഭാവി ലോകം വരുന്നു. ആ ഭാവി ലോകത്തിൽ നിനക്ക് മരണമില്ലാത്തവനായി, ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ മകനായ രാജാവായി നിത്യം ദൈവത്തോടെ കൂടെ ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടൂ. ഇതിലെവിടെയാ ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു എന്ന് പറഞ്ഞു? ഇല്ല. പക്ഷെ ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് വേണം. ഇല്ല എങ്കിൽ നമ്മളവിടെ എത്തത്തില്ല. ആ യേശു ക്രിസ്തു മാത്രമാണ് ആകാശ മനുഷ്യനിടയിൽ മനുഷ്യരെ രക്ഷിച്ചെടുക്കുവാനുള്ള ഏക മാർഗവും വഴി. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണവും ഒക്കെ നമുക്ക് നല്ല വിശേഷമാണ്, സുവിശേഷമാണ്. പക്ഷെ അതുകൊണ്ട് യേശു 3 വർഷം പ്രസംഗിച്ചതിനെ ഒഴിവാക്കരുത്. മണ്ഡലം മണ്ടിയുമായി തീരരുത്, ബുദ്ധിഹീനരാകണം. യേശു 3 വർഷം പ്രസംഗിച്ചത് ദൈവ ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരോട് പറയുന്നത്, ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയണമെന്ന്. കാരണം യേശു പറയുന്നില്ല, എന്നെ കർത്താവെ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്തവനെ സ്വർഗ്ഗരാജ്യമാണ്. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം, സുവിശേഷം എന്ന് പറയുന്നത് ഭാവി ലോകത്തെ, അതായത് സ്വർഗസ്ഥ പിതാവോട് കൂടെ ജീവിപ്പാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് സുവിശേഷം. തിരിച്ചറിയണം, ഇതാണ് യേശു പ്രസംഗിച്ചത്. അവിടെ സ്വർഗസ്ഥ പിതാവിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ യേശുക്രിസ്തു ആയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ ഞാനും നിങ്ങളും ആയിരിക്കണം. അങ്ങനെ നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇതൊരു ഹൈറാർക്കിയാണ്, ഒരു കൂടാരമാണ്, ഒരു കൂടാര സ്ട്രക്ചറാണ്. ഇതാണ് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുമെന്ന് പറഞ്ഞല്ലേ ബൈബിൾ അവസാനിക്കണേ. ദൈവവും മനുഷ്യരും കൂടെ ഒരുമിച്ച് പാർക്കും. ആരിൽ? ക്രിസ്തുവിൽ. അങ്ങനെ വി ആർ ഗോയിങ് ടു ബി വൺ വിത്ത് ഗോഡ്. തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവവുമായി ഞാനും നിങ്ങളും ക്രിസ്തുവിലൂടെ ഒന്നായി തീരും. അത് സംഭവിക്കണം. ഇന്ന് നടന്നിട്ടില്ല. കാരണം സുവിശേഷം ബ്ലോക്ക് ചെയ്തു. പിശാച് ഒറിജിനൽ സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്തിട്ട് വേറൊരെണ്ണത്തെ ഇറക്കി വിട്ടു. ഹല്ലേലൂയ. ജനലക്ഷ്യത്തിലെത്തത്തില്ല. അവർ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, പ്രവചിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാന യേശു ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ലെന്നും പറയുന്നു. എന്റെ കർത്താവേ എന്ന് പറയുന്നവനല്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ചെന്നേക്കണേ, എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്തതിന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ കളിതമാശ രൂപത്തിൽ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഞാനിപ്പോ പലപ്പോഴും നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ നല്ലൊരു കളിതമാശായിട്ട് എടുക്കുന്നത്. പക്ഷെ എനിക്കിത് കളിതമാശ ഒന്നുമല്ല. എനിക്ക് എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാണ് ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരുക. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, പലതും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും. അപ്പോ അതിലേക്കൊന്നും നമ്മൾ ചെന്ന് വീഴാനായിട്ട് ഇടയാകരുത്. യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം പോലെ യേശുവിനെ നാം അനുസരിക്കണം, അനുഗമിക്കണം. ആ യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിലേക്ക് നാം എത്തിച്ചേരണം. അതല്ല നമ്മുടെ ലക്ഷ്യം, അത് നമ്മുടെ വളർച്ചയുടെ ടോപ്പാണ്. നമ്മുടെ ലക്ഷ്യം യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്ന ക്രിസ്തുവാകുന്ന തലയോളം വളരുക. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിങ്കൽ ക്രിസ്തുവിലൂടെ എത്തിച്ചേരുക. അപ്പൊ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാം. ഇനി ഇതാ നമ്മള് നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളിലൂടെ ഇത് കടന്നുപോയത് കൊണ്ട് ആ ലൈവ് കട്ടായി. അപ്പൊ നമുക്കത് വീണ്ടും നമ്മൾ പറയേണ്ടതായിട്ട് വരും. എനിക്ക് അതുകൊണ്ട് ഒട്ടും എനിക്ക് വിഷമമില്ല. കാരണം ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഓരോ തലത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. മാത്രമല്ല ഓരോ പ്രാവശ്യവും നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു അപ്പോളോസ് മിനിസ്ട്രിയാണ്.
പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, വളരുമാറാക്കുന്ന ദൈവമത്രേ എന്നൊരു വചനം നിങ്ങൾ കേട്ടിട്ടില്ലയോ? അപ്പോ നിങ്ങൾ ആദ്യം നിങ്ങൾ ഒരു വചനം കേൾക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ അത് നടപ്പെടുകയാണ്. എന്നാൽ വീണ്ടും അതേ വചനം തന്നെ നിങ്ങൾ വീണ്ടും കേൾക്കുമ്പോ ഇതാ പൗലോസ് മിനിസ്ട്രി അല്ല, നട്ട മിനിസ്ട്രി അല്ല വരുന്നത്, അപ്പോളോസ് മിനിസ്ട്രി വരികയാണ്. അപ്പോളോസ് പറഞ്ഞ വചനം വീണ്ടും ഒന്നും കൂടി പറയുമ്പോൾ നിങ്ങൾ ഉള്ളിൽ മറന്നുപോയ കാര്യം ഇതാണല്ലോ മുമ്പ് പറഞ്ഞു, പെട്ടെന്ന് ഓർമ്മ വരും. കണ്ടോ, വിത്ത് മുളച്ചു. അപ്പോ അപ്പോളോസ് മിനിസ്ട്രി ചെയ്യുമ്പോ കേട്ടത് വീണ്ടും പറയുന്നതാണ് അപ്പോളോസ് മിനിസ്ട്രി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അത് നനയ്ക്കുമ്പോ ഇതാ അത് വളരുമാറാക്കുന്ന ദൈവം ആ ശുശ്രൂഷ ഏറ്റെടുക്കും. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്ഥിതിയോടെ മനസ്സിലാക്കുക. ഇതാ ഇവിടെ കഴിഞ്ഞ സന്ദേശത്തില് ഞാൻ മറ്റൊരിടത്തായിരുന്നു, ഇന്ന് ഞാൻ ഇതാ വേറൊരിടത്താണ് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ സന്ദേശത്തിൽ നിങ്ങൾ കണ്ടു 3 ബോള് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്, 3 ബോളുകൾ പ്രസന്റ് ചെയ്തു. ആ 3 ബോളുകൾ പ്രസന്റ് ചെയ്ത് സുവിശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ കാണുന്ന മെറ്റീരിയൽ ലോകത്തിലെ കാര്യങ്ങൾ ഉപമകളായിട്ട് ഉപയോഗിച്ചാണ് യേശുക്രിസ്തു സുവിശേഷം അറിയിച്ചത്. അപ്പൊ ഇതേപോലെ തന്നെ ഇതാ യേശുക്രിസ്തുവിന്റെ അവയവമായി ഞാൻ നിൽക്കുമ്പോ ഇന്ന് യേശു എന്നിൽ ജീവിക്കുന്നു, എന്റെ കൂടെ ജീവിക്കുന്നു. യേശു പറഞ്ഞത് എങ്ങനെയാണ്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ തലയായി. അപ്പൊ ഞാനൊരു അവയവം മാത്രമാണ്. അപ്പൊ യേശുക്രിസ്തു ആ സാഹചര്യങ്ങൾ ഒരുക്കി തരും, ചിന്തകൾ ഒരുക്കി തരും. അപ്പോ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ബോളുകൾ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 3 ലോകത്തെ കാണിക്കാനാണ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം, നമുക്ക് മുൻപുള്ള ലോകം, വരാൻ പോകുന്ന ലോകം. ആ 3 ലോകത്തെ ഒന്ന് കാണിക്കണം. ഇത് ജനത്തിന് അറിവില്ലാത്തത് കൊണ്ട് ഇത് എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ടാലും അത് നല്ലത് തന്നെയാണ്, കൂടുതൽ ഉറയ്ക്കുവാനായിട്ട് ഇടയാണ്. അപ്പോ നമുക്ക് മുമ്പുള്ള ലോകം ദൂതന്മാരുടെ ലോകമാണ്. ഇന്നത്തെ ഈ ലോകം നമ്മൾ മനുഷ്യരുടെ ലോകമാണ്. ഇനി വരാൻ പോകുന്ന ലോകം ദൂതന്മാരുടെ അല്ല, മനുഷ്യരുടെ അല്ല, ദൈവപുത്രന്മാരുടെ ലോകമാണ്. അപ്പൊ ഇതൊക്കെ ബൈബിളിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ചില വാക്കുകളിലൂടെ നമ്മൾ തെളിയിച്ചു. ഇന്ന് വീണ്ടും നമ്മൾ ആ ഭാഗത്തെ ഒന്ന് തൊട്ട് കടന്നു പോവുകയാണ്. കാരണം പുതിയ ആളുകളും കൂടി ഉള്ളത് കൊണ്ട് അവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ലൈഫ് കോച്ചാണ്. ജനത്തിന് ഈ ജീവിതം എന്താണ് ഈ ജീവിതം എന്ന്, ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന്, ലക്ഷ്യം എന്താണെന്ന്, അതിന്റെ വളർച്ച എന്താണെന്നും ഒക്കെ ജനത്തെ പറഞ്ഞു മനസ്സിലാക്കി ഇതാ ജനത്തെ സഹായിക്കുന്ന, ജാതി മത ഭേദമൊന്നുമില്ലാതെ ഏത് വിഭാഗക്കാരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ഒരു ശുശ്രൂഷ. അപ്പോ ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ഭാവി ലോകത്തെ കുറിച്ച് പറയുന്നതാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ ഉപയോഗിച്ച ആ മെറ്റീരിയൽ ഒന്നും എന്റെ കയ്യിലില്ല. അപ്പൊ എന്റെ സഹോദരങ്ങൾ ഇവിടെ എനിക്ക് വേറൊരു മെറ്റീരിയൽ റെഡിയാക്കി തന്നു. 3 ബോളുകൾ വെക്കാൻ വേണ്ടിയുള്ള പ്രതലങ്ങൾ അവർ റെഡിയാക്കി തന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല അവരെ എനിക്ക് ഒരുക്കി തന്ന അത് ബോളുകൾ ഇവിടെ ഇല്ല. ഇത് തോട്ടമായതുകൊണ്ട് ബോളുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തോട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർ തന്നു. ബോളിന് പകരം റെഡ് കളറിലുള്ള ഒരു ഫാഷൻ ഫ്രൂട്ട്, അത് ഇവിടെ ഒന്ന്. ഇത് നമുക്ക് മുമ്പുള്ള ലോകമാണ്. ഹല്ലേലൂയ. നമുക്ക് മുൻപുള്ള ലോകമാണ്, അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതാ പച്ച കളറുള്ള ഒരു ഫാഷൻ ഫ്രൂട്ട്, പച്ച കളറുള്ള ഒരു ഫാഷൻ. ഇത് നമ്മളുടെ ഈ ലോകം മൊത്തം ഗ്രീൻ ആണല്ലേ. ഈ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമി, ഈ ലോകം, ഇനി ഇവിടെയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു ലോകം വരാൻ പോവുക. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എന്ന് ബൈബിൾ അതിന് പേരിട്ടിരിക്കുന്നത് ഭാവി ലോകം. എബ്രായ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കത് കാണാം. സഹോദരി അത് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം. അപ്പൊ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കണം. ആര് പ്രസംഗിച്ചത്? യേശുക്രിസ്തു പ്രസംഗിച്ചത്. നാം പ്രസംഗിക്കുന്ന സുവിശേഷം, ആ സുവിശേഷം എന്ന് പറയുന്നത് അതിലേക്കുള്ള വഴിയാണ്. പക്ഷെ നമുക്കത് തിരിച്ചറിവില്ല. ഇതാ ഹെബ്രായ 2-ന്റെ 5 വായിച്ചേ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. വളരെ വെളിച്ചം തരുന്നൊരു സംഭവമാണ്. ദൂതനെ കൊണ്ടൊന്ന് കണക്ട് ചെയ്യാണ് അവിടെ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എവിടെ? ഈ ഭൂമിയിൽ നാം പ്രസ്താവിക്കുകയാണ്. ആരെ? യേശുവും പൗലോസും അതുപോലെയുള്ളവരും. എല്ലാവരും അല്ല കേട്ടോ. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ ഈ ലോകത്തെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടത്തെ തന്നെ ഇവിടെ കിട്ടും, ഇവിടെ നിന്നെ വാലല്ലാതെ അലയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവം നമ്മളെ ആക്കും. നമ്മളെ ഉദ്ദേശിച്ച ആ കോളിംഗിൽ ദൈവം നമ്മൾ തീർച്ചയായിട്ടും വെക്കും കേട്ടോ.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി. അതിന്റെ അർത്ഥം മുമ്പേ നീ ഭാവി ലോകം അന്വേഷിക്കേ, അതോടുകൂടെ ഇവിടെ ഉള്ളതും ചേർത്ത് നൽകപ്പെടുന്നു. ഇതാണ് യേശു പറഞ്ഞത്. നമ്മൾ ചിന്തിച്ച് ബൈബിൾ എടുത്തുകൊണ്ട് പോവുക, പ്രാർത്ഥിക്കുക എന്നൊക്കെയാണെന്ന്. പ്രാർത്ഥിക്കണം നല്ലതാ, ബൈബിൾ എടുക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ യേശു പറഞ്ഞത് അങ്ങനെയല്ല. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതാണ് ഭാവി ലോകം. ഇതാണ് നമ്മൾ വായിച്ചത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. കണ്ടോ, ഇതാ ഇവിടെ എനിക്ക് വെളുത്ത ബോൾ കിട്ടാഞ്ഞത് കൊണ്ട് ഇവിടെ സഹോദരന്മാരെ എനിക്ക് വഴുതന പറിച്ചു. വഴുതന, വെളുത്ത വഴുതന. അപ്പൊ ആ വഴുതനങ്ങ ഭാവി ലോകവുമായിട്ട് അത് വയ്ക്കാൻ. കണ്ടോ, ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തേത് ചുമന്ന കളർ, രണ്ടാമത്തേന് പച്ച കളറും, മൂന്നാമത്തേന് വെള്ള കളർ. കാരണം ഈ പഴയ ലോകം ഉണ്ടല്ലോ, ഈ പഴയ ഈ ലോകം എന്ന് പറയുന്നത് ഇത് ദൂതന്മാരുടെ ലോകമാണ്. ഇത് തകർക്കപ്പെട്ടു പോയി, ഇത് ശിക്ഷിക്കപ്പെട്ടു പോയി. അതിനാണ് റെഡ് കളർ കൊടുത്തത്. തുടർന്ന് ദൈവം ഇവിടെ നിന്ന് ഉദ്ധരിച്ചെടുത്തിട്ടാണ്, ഇതിനെ റെഡിയാക്കി എടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ഭൂമി റെഡിയാക്കി എടുത്തത്. ഈ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് നമുക്കത് ചെറുപ്പം കഴിഞ്ഞ പ്രദേശത്ത് പറഞ്ഞായിരുന്നു, എങ്കിലും ഇത് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോഴത്തെ ഭൂമിയാണ്. ഇനി ഇത് വരാൻ പോകുന്ന ഭൂമിയെ കാണിക്കുന്നത്, വരാൻ പോകുന്ന ആകാശഭൂമി. ഇവിടെയാണ് പുതിയ യെരൂശലേം നമുക്ക് കയറി വരുന്നത്. ഇതാണ് 2 പത്രോസ് അതിന്റെ 3:13 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. നമുക്കിത് വായിക്കാം കേട്ടോ. 2 പത്രോസ് 3:13 ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എബ്രായ ലേഖനം പറഞ്ഞപ്പോ ഇവിടെ പറയാണ്, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നാം കാത്തിരിക്കുന്ന നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി. അതാണ് ഈ ലോകം, ഭാവി ലോകം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. വായിച്ചാട്ട് സിസ്റ്ററെ. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ആണോ എന്റെ സഹോദരങ്ങളെ? ആണോ? സത്യമാണോ? അതോ ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ആയുസ്സിൽ മാത്രം നീ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ, ക്രിസ്ത്യാനിയുടെ പറയുന്നേ, നീ സകല മനുഷ്യരിൽ അരിഷ്ടനാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ നിൽക്കത്തില്ല ലോകം. ഈ ലോകവും ലോകത്തിലുള്ളതും നിൽക്കത്തില്ല, ഇതെല്ലാം പോകും. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അതാണ് സുവിശേഷം. ഇതാണ് യേശു അറിയിച്ചത്. ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ജീവിതമാണത്. ഇതാണ് യേശു ക്രിസ്തു വന്ന് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് ഭാവി ലോകം. മനസ്സിലായോ? അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ ജീവിക്കാനുള്ള ഈ ഭാവി ലോകം സമീപിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെയാണോ പ്രസംഗകരെ, സുവിശേഷകരെ? ഞാൻ ബഹുമാനത്തിൽ ചോദിക്കുക, ഇങ്ങനെയാണോ നിങ്ങൾ സുവിശേഷം അറിയിച്ച് യേശു പറഞ്ഞതുപോലെ ഈ ഭാവി ലോകത്തെ കുറിച്ച്? അല്ല, നമ്മൾ ഇതിന്റെ പ്രശ്നം മാറും, ഇതിന്റെ വിഷയങ്ങൾ മാറും, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, ഈ ചർച്ചയ്ക്ക് കയറ്, അങ്ങനെയാണോ പറഞ്ഞത്? സ്നാനപ്പെടണം കേട്ടോ, സ്നാനപ്പെടണം. അങ്ങനെയാണോ പറഞ്ഞത്? അതിലൊതുക്കിയെങ്കിൽ അപകടം. ഈ ജനം അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കർത്താവിന്റെ വിളി കേൾക്കും, ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവ് എന്ന് പറഞ്ഞാലല്ല, എന്റെ സ്വർഗസ്ഥനാകുന്ന അതിന് ഇഷ്ടം ചെയ്തത് ഹൃദയാദി കയറും. നാം ആരെയും നരകത്തിലേക്ക് തള്ളിവിടരുത്. സുവിശേഷത്തിന്റെ പേരും പറഞ്ഞ് ജനത്തെ ഈ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് എത്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ വ്യക്തതയോടെ തിരിച്ചറിയുക, നീതി വസിക്കുന്ന നാം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട് പുസ്തകം 21:3 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോ അവിടെ കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ യെരൂശലേമിനെ കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ അവസാനിക്കുന്ന സ്ഥലമാണത്. അവിടെ ഇത് സംഭവിച്ചിട്ടാണ് സംഭവിക്കുന്നത്. 21:1 വായിക്കുമ്പോ നമുക്കവിടെ കാണാം, ഇതാ നീതി വസിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും കാണാം. 21:1 വായിച്ച 1 വെളിപ്പാട് 21:1 ശബ്ദത്തിൽ വായിച്ച. Oh, Father, thank you, give you glory. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഈ സാധനം പോയി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കണ്ട
സുവിശേഷ യാഥാർത്ഥ്യമാണോ? ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നാം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. സുവിശേഷം കേട്ട് വിശ്വസിച്ചവരല്ലേ എന്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളിൽ നല്ലൊരു ബന്ധു അങ്ങനെയാണോ എന്ന് അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ച്. നാം അതിനായി കാത്തിരിക്കുകയാണോ, അതോ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നടത്താനാണോ? വ്യാജ സുവിശേഷം ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നടത്തുള്ളൂ. വ്യാജ സുവിശേഷം ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നടത്തുള്ളൂ. ഇത് പിശാച് സാക്ഷാൽ ഈ ദൈവത്തിന് യേശുവിനോടും പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ നിനക്ക് ഇവിടുത്തെ ഈ ലോകം അതിന്റെ സർവ്വം തരാമെന്ന്. പക്ഷെ ഒന്നാമത് ഒഴിഞ്ഞു പോകാൻ പോവാ. അപ്പൊ ഒഴിഞ്ഞു പോകുന്നത് തരുന്നതാണ് പിശാച്, നിത്യം നിലനിൽക്കുന്നത് തരുന്നതാണ് ദൈവം. നമുക്ക് തീരുമാനിക്കുക ഏതോ വേണോ കേട്ടോ. രണ്ടും കിട്ടും, രണ്ടിലും കിട്ടും. ഹല്ലേലൂയ. രണ്ടിലും കിട്ടും. താൽക്കാലികം കിട്ടും. ഇവിടുത്തെ ഇതാണ് പിശാച് യേശുവിനോട് പറഞ്ഞത്, എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ആരാധിച്ചാൽ മതി, നിനക്ക് ആരാധിച്ചാൽ കിട്ടും. പക്ഷെ അതിന്റെ പുറകിൽ ഒറിജിനൽ ക്രിസ്തു ആയിരിക്കത്തില്ല, ഒറിജിനൽ സുഖസ്ഥ പിതാവും ആയിരിക്കത്തില്ല. ഏതെങ്കിലും പിശാച് മറ്റൊരു യേശു എന്ന പേര് കയറി കിടക്കും. പുറത്ത് ഗോൾഡ്, അകത്ത് ചെമ്പ്. പുറത്ത് യേശു, അകത്ത് മറ്റൊരു യേശു, പിശാച്. ഈ ലോകത്തിൽ കിട്ടും. എന്നാൽ ഒറിജിനൽ യേശു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ ലോകത്ത് കിട്ടാനായിട്ട് എന്താ ചെയ്തെന്നറിയാമോ? മുമ്പേ ഭാവി ലോകം അന്വേഷിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക. മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഈ ലോകത്തിൽ വേണ്ടത് നിനക്ക് ലഭ്യമാവും. കാരണം നിന്റെ സിസ്റ്റം ചേഞ്ച് ചെയ്യുക, ഭാവി ലോകത്തെ സിസ്റ്റത്തിലേക്ക് നീ കടന്നു വരിക. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കിയ ചതിയിൽ വീഴാൻ ഇടയാകരുത്. എന്നിട്ട് അവർ എഴുതിയിരിക്കുകയാണ്, 21:3 എഴുതിയിരിക്കുകയാണ്, നാം വായിച്ചാൽ താഴെ എഴുതിയിരിക്കുകയാണ്, ഇതാ ദൈവം മനുഷ്യരോട് താമസിക്കും. ഇതാണ് സുവിശേഷം. ഞാൻ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ അത്യുന്നതനായ സുവിശേഷ പിതാവ് ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ നമ്മളോട് ചേർന്ന് താമസിക്കുമെന്ന്. ഇതാണ് സുവിശേഷം. വായിച്ചേ 21:3. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ഓ ഫാദർ, താങ്ക് യു. ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങള് ശ്രദ്ധിച്ചു കേട്ടോ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. സന്തോഷം കേട്ടോ മക്കളെ. ഇതാ സുവിശേഷം. ഇതാ യേശു പറഞ്ഞ സുവിശേഷം. ഇതാണ് എന്ന് ബൈബിളിന്റെ സിലബസിലില്ലാത്തത്. ഇതാണ് ചർച്ചയിൽ പ്രസംഗിക്കാത്തത്. അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടോ? ഏതെങ്കിലും ദേവാസനമുണ്ടോ? ഞാൻ കുമ്പിട്ട് ആ വ്യക്തിക്ക് സമീപം യേശു പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരെ തീർച്ചയായും സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാതകൾ എത്ര മനോഹരം. കാരണം അവർ ജനത്തെ നരക്കുഴിയിലേക്കല്ല സുവിശേഷം എന്നുള്ള പേര് നയിക്കണേ, സ്വർഗസ്ഥ പിതാവിന്റെ വീട്ടിലേക്കാ. ദൂർത്തപത്രം മടങ്ങി വന്ന സ്വർഗസ്ഥ പിതാവിന്റെ വീട്ടിലേക്ക് വന്ന് ചിത്രീകരണമാണ് യേശു കാണിച്ചു തന്നത്. അപ്പൊ വ്യക്തതയോട് മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാൻ ദൈവത്തോടുകൂടെ താമസിക്കാൻ പോകുന്നു. ആര് കാരണം? യേശുവിലൂടെ. ഇതാണ് ഫസ്റ്റ് തെസ്സലോനിയൻ 5:9-10 പറയുന്നത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം. ഫസ്റ്റ് തെസ്സലോനിയൻ അതിന്റെ 5-9-10 പറയുന്നത്, ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് എന്തിനാണെന്നറിയാമോ? ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് അടിക്കാനും തുപ്പാനും കോപത്തിനൊന്നും അല്ല. ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് നാം ഈ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലെ അവിടെ ദൈവത്തോടുകൂടെ വസിക്കാനാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിനുവേണ്ടി തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം കാൽവരി ക്രൂശിലെ യാഗത്തോടെ നമ്മൾ ഈ ലോകത്ത് നിന്ന് രക്ഷിച്ചെടുക്കണം. ഇപ്പോഴുള്ള ലോകത്തെ രക്ഷിച്ചെടുക്കണം. അങ്ങനെ രക്ഷിച്ചെടുത്താലേ ഇവിടെ എത്തുള്ളൂ. പക്ഷെ ഇവിടെ രക്ഷയുടെ സുവിശേഷം നാം കേൾക്കുന്നുണ്ട്, പക്ഷേ ദൈവരായ സുവിശേഷം നാം കേൾക്കുന്നില്ല. എവിടെ എത്തണമെന്നുള്ള ലക്ഷ്യത്തെ കുറിച്ച് കേൾക്കുന്നില്ല. പിശാചി ചതിക്കുകയാണ്. ശ്രദ്ധിക്കുക, വ്യാജ സുവിശേഷം രൂപീകരിച്ചത് അതിനു വേണ്ടിയാണ്. വായിച്ച സിസ്റ്ററെ, ഇത് രണ്ടും കൂടി പറയും. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിന്റെ ഉദ്ദേശം എന്താണ്, എന്നാൽ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്? രണ്ടും കൂടി അവിടെയുണ്ട്. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രയും നിയമിച്ചിരിക്കുന്നത്. എല്ലാ സുവിശേഷന്മാരെ അണ്ടർലൈൻ ചെയ്യുക ഈ വേർഡ്. ദൈവരാജ്യ സുവിശേഷവും രക്ഷയുടെ സുവിശേഷവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു വേർഡാണ്. ലക്ഷ്യം, ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത്. അപ്പൊ കോളിംഗ് ആണ് നമ്മുടെ കോളിംഗ്.
നാം ഉറങ്ങിയാൽ ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് പർപ്പസ്. നോക്കി കേട്ടോ. ഈ ഈ ഈ ലോകത്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും ഉള്ള ഇവിടെ നമ്മൾ പുതിയ മനുഷ്യരായി. അവരാണ് ദൈവപുത്രന്മാർ. മനസ്സിലായോ? പുതിയ സൃഷ്ടിയുള്ള ദൈവപുത്രന്മാരായി ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനാ വിളിച്ചേക്കണേ. പക്ഷെ നമ്മളിപ്പോ എവിടെ കുടുങ്ങിക്കിടക്കുക? ഈ ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുക. ആരാണ് ഇവിടെ വാഴുന്നേ? പിശാചാണ് ഇവിടെ വാഴുന്നേ. ഇവർ നമ്മളെ കൊല്ലാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ രക്ഷിക്കണം. അതിനുവേണ്ടി തന്റെ പുത്രനായ യേശുവിലൂടെ രക്ഷ പ്രാപിക്കാൻ അത്ര നിയമിച്ചത്. നാം രക്ഷയുടെ സുവിശേഷം പറയും, പക്ഷെ എന്തിനാന്ന് നാം പറയുന്നില്ല. അതാണ് യേശു 3 വർഷം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. ഇതാ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. ഇതാണ് ഒരു യഥാർത്ഥ ദൈവദാസൻ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. മനസ്സിലായോ മക്കളെ? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അതാണ് ദൈവത്തോടുകൂടെ ക്രിസ്തുയേശുവിൽ വസിക്കുന്ന ആ സന്ദേശം. പ്രത്യേകിക്കുക, ഇത് നിങ്ങൾ അറിയാതിരിക്കാനാണ് പിശാചി അവന്റെ ആളുകളും കൂടെ കിടന്ന് വളരെ പരിശ്രമിക്കുകയാണ്. ഈ സന്ദേശം എത്തരുത്. ഈ സന്ദേശം സഭകളിലെങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ആള് പോകും. ജനം നരകത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് മാറും. അതുകൊണ്ട് സഭകളിൽ നല്ലൊരു പങ്ക് ഷാജി ജോസഫിനെ കേൾക്കരുതേ, ഷാജി ജോസഫിനെ കേൾക്കരുതേ, ദുരുപദേശം എന്നും വിളിച്ചു പോകുന്ന ഏതൊരു വ്യക്തിയെ ഞാൻ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുക. ഇതിൽ എവിടെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്? കുഞ്ഞെ, നിനക്ക് നിന്റെ സ്വർഗീയ പിതാവിനോടുകൂടെ താമസിക്കണ്ടേ, വാഴണ്ടേ? അതാണോ ദുരുപദേശം എന്ന് പറയുന്നത്? അധികം താമസിയാതെ ഈ കൂട്ടരെ ജനം അടിച്ചോടിക്കും ഭൂമിയിൽ വെച്ച് തന്നെ. മാത്രമല്ല, സ്വർഗസ്ഥ പിതാവിന്റെ ന്യായാധിപനായി ദൈവം നിയമിച്ചിരിക്കുന്ന ക്രിസ്തുയേശു ആ ന്യായാസനത്തിന് വെച്ച് നിങ്ങളെ പുറന്തള്ളും. ശ്രദ്ധിച്ചോ, മനസ്സിലാക്കിക്കോ. ഹല്ലേലൂയ. അധിക ദിവസം ഇത് ഓടത്തില്ല. ഈ ശ്വാസം ഇപ്പോൾ തന്നെ തീരും. എന്റെയും തീരും, നിങ്ങളുടെയും തീരും. അപ്പോ നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നുള്ള വിളിയല്ല നമുക്ക് കേൾക്കേണ്ടത്. പകരം ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സത്യം വഹിക്കുന്ന സത്യവാഹകരായിരിക്കണം. ഏത് സമയവും ഈ വചനപ്രകാരം വചനത്തിന്റെ ആ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവരായി തീരുവാനായിട്ട് അറിയുക. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ മനസ്സിലാക്കുക, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുക. ഇന്ന് നാം ഈ ഭൂമിയിൽ ലോകത്തിൽ പിശാചിന്റെ കീഴിൽ കിടക്കുകയാണ്. നാം സത്യ സുവിശേഷം കേട്ട് ഇത് വിശ്വസിച്ച് അനുസരിച്ചാൽ ഈ ലോകം വാഴുന്ന പിശാചിന്റെ ന്യായവിധി നടക്കും. ദൂതന്മാരെ ന്യായം വിധിക്കാനാണ് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത്. നമുക്കത് പിന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്കത് ഇപ്പൊ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നമ്മൾ. ഇതുകൊണ്ടാണ് പൗലോസ് ജനത്തെ ശാസിക്കുന്നത്. നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ കേസിന് പോകുന്നു. ഇത് പലപ്പോഴും ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കേസാ. 2 കക്ഷികൾ തമ്മിൽ കേസ്, അത് കോടതിയിൽ. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? ഈ കാര്യങ്ങളൊക്കെ തീർക്കാൻ നിങ്ങളുടെ ഇടയിൽ ഒരാളില്ലേ? നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ്. അവരെ പോയിട്ടാണോ ഈ ലോകത്തിലെ ആളുകളുടെ മുമ്പിൽ നിൽക്കുന്നത് ന്യായം വിധിക്കായിട്ട്? നിങ്ങളുടെ കൂട്ടത്തിൽ ജ്ഞാനിയായി ഒരുവരും ഇല്ലയോ? സഭയെ കളിയാക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചാണ് പ്രിയ സഹോദരങ്ങളെ. ഇനി മനസ്സിലാക്കുക, നമുക്ക് മുമ്പുള്ളൊരു ലോകമുണ്ട്. ആ ലോകമാണ് ദൂതന്മാരുടെ ലോകം. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിള് പറയുന്നത്, നാം പ്രസ്താവിക്കുന്ന ഈ ഭാവി ലോകം ഉണ്ടല്ലോ, അത് ദൂതന്മാർക്കല്ല ദൈവം കൊടുത്തേക്കണേ, നമുക്കാ, ദൈവപുത്രന്മാർക്കാ. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് പറയുന്നത്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം പണ്ട് ഈ ലോകത്തുണ്ടായിരുന്ന ദൂതന്മാർക്കല്ല ദൈവം കൊടുത്തേക്കണേ, നമുക്കാ തന്നേക്കണേ. ജയിച്ചാൽ നമുക്ക് അവിടെ അവകാശമാക്കാം. ഇത് മനസ്സിലാക്കാം. അപ്പോ പഴയ ലോകം ദൂതന്മാരുടെ ലോകം. നമുക്കത് ബൈബിളിലൂടെ എടുക്കാം. ശ്രദ്ധിച്ചേ, ഇതാ ഇപ്പോഴത്തെ ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന മനുഷ്യരുടെ ലോകം. പിന്നീട് പോയ മനുഷ്യരാണല്ല, ഒരു പിശാചിന്റെ അടിമകളായി കിടക്കുക, അവരെ കീഴിൽ കിടക്കുക. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണം കേട്ടില്ലേ? പിശാചിന്റെ കീഴിൽ രക്ഷപ്പെടാനേ ഈ പറയണേ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തണം. ഇവിടെ എത്തിയാലും രക്ഷിക്കപ്പെട്ടോ പെടുകൊണ്ട് പൂർണ്ണമാവുള്ളൂ കേട്ടോ. ഈ ലോകമാണ് ജീവിക്കുന്നവന്, അതായത് ഈ ലോകത്ത് നിന്ന്, അതായത് മനുഷ്യ താമസിക്കുന്ന പിശാചിന്റെ ഭരണത്തിന് കീഴിലുള്ള ഇവിടെ നിന്ന് ജയിച്ചാൽ ഇത് അവകാശമാക്കാം. ഏത്? ദൈവത്തോടുള്ള ഭാവി ലോക ജീവിതം അവകാശമാക്കാം. ഇതാണ് ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ ഭരണം ഒക്കെ ഇവിടെയാണ്. പുതിയ യെരൂശലേം ഒക്കെ ഇവിടെയാണ്, ഈ ഭാവി ലോകത്താണ്. നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. ഇതാണ് ദൈവത്തിന്റെ ഭവനം. നമ്മുടെ പുതിയ യെരൂശലേം ഒക്കെ ഇവിടെയാണ്. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറയുന്നത്,
നമുക്കത് വായിക്കാം കേട്ടോ. വെളിപ്പാട് 21:7 പറയാണ്, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും. അപ്പൊ എല്ലാവർക്കും കിട്ടത്തില്ലാട്ടോ, എല്ലാവർക്കും കിട്ടത്തില്ലാട്ടോ. സിസ്റ്റർ ഒന്ന് വായിക്കണേ. വെളിപ്പാട് 21:7 ദൈവത്തിന്റെ വചനം പറയാ, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാനത് വായിക്കാം. വെളിപ്പാട് 21 ഓ ഫാദർ താങ്ക് യു. ഇതാ 7 വായിച്ചോളൂ. സഹോദരങ്ങളെ ഇവിടെ പറയാണ്, ജയിക്കുന്നവന്. എവിടെ നിന്ന് ജയിക്കുന്നവന്? ഈ ഭൂമിയിൽ നിന്ന്, ഇന്ന് പിശാചിന്റെ കീഴിലുള്ള ഈ ഭരണത്തിൽ, ഈ ലോകത്തിൽ നിന്ന് ദൈവരാജ്യ സുവിശേഷം കേട്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് അനുസരിച്ച് യേശുവിന്റെ പൂർണ്ണതയിലേക്ക് യാത്രയാകുന്ന വ്യക്തിക്ക് ജയിക്കാം. ദൈവപുത്രന്റെ പൂർണ്ണതയിലേക്ക് യാത്രയാകുന്ന വ്യക്തിക്ക് ജയിക്കാം. അങ്ങനെ ജയിക്കുന്നവന് ഇതാ അവകാശമായി കിട്ടും. എന്ത്? ദൈവത്തോടു കൂടിയുള്ള ജീവിതം. ജയിക്കുന്നവന് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ ശിശുമാറി ദൈവത്തിന്റെ മകനായി. ഈ ഭൂമിയിൽ നീ ആയിരുന്നപ്പോ, ഞാനും ആയിരുന്നപ്പോ മനുഷ്യന്റെ മകനായിരുന്നു, ജഡത്താൽ ജനിച്ച ജഡം. എന്നാൽ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ നാം ഇനി ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആത്മാവാൽ ജനിച്ച ആത്മാവ് ക്രിസ്തുവിലൂടെ. പിടുത്തം കിട്ടിയോ? അങ്ങനെ ഞാൻ നിങ്ങൾ ഈ ഭാവി ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് സുവിശേഷം. അതിലേക്കുള്ള ഏക വഴിയും വാതിലുമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ ഒരു തിരിച്ചറിവുണ്ടാകും. എന്നാൽ ഞാനും നിങ്ങൾ ഇത് തിരിച്ചറിയാതെയും ഇവിടെ നിന്ന് പോകാതെയും ഇരിപ്പാൻ പിശാച് വ്യാജ സുവിശേഷം രൂപീകരിച്ചു. അതുകൊണ്ട് ജനം ദൈവ ഇഷ്ടം ചെയ്യുന്നില്ല. ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ദൈവം തന്റെ മക്കളെ കാണുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ഇത് പലരും ചോദിക്കുന്നു, എന്താ ഈ ദൈവ ഇഷ്ടം? എന്താ ദൈവ ഇഷ്ടം? ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് സന്തതികളെ കാണണം. യേശു മുഖാന്തരം. മനസ്സിലായോ? യേശു മുഖാന്തരമാണ് ദൈവം സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ യേശു മുഖാന്തരം ദൈവത്തിന് സന്തതിയെ കാണണം. ഇതാണ് ഹെബ്രായ ലേഖനം 2:10. ഓർക്കാത്തവർക്ക് വേണ്ടി പറയാ, 2:10 നാം പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹെബ്രായ ലേഖനം 2:10 അതൊക്കെ വായിക്കാം. അപ്പൊ കൂടുതലും മനസ്സിലാവും. മറന്നുപോകരുത്. ദൈവ ഇഷ്ടം എന്താണ്? ദൈവപുത്രന്മാരെ ഒരുക്കിയ, മതം ഉണ്ടാക്കിയല്ല, ജാതി ഉണ്ടാക്കിയല്ല, ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ല. നമ്മളെ പോലെ ദൈവ ക്രിസ്തേശുവിലൂടെ തന്റെ പുത്രന്മാരെ ഒരുക്കിയ. വായിച്ചട്ടെ ഹെബ്രായ ലേഖനം 2:10. വായിക്കാം. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ. കാരണഭൂതം എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവാണ്. അതായത് സോഴ്സ് ആൻഡ് സസ്റ്റൈനർ. എല്ലാം ആരംഭിക്കുന്നതാണ്. യേശു ക്രിസ്തു കാരണഭൂതനല്ല, യേശു ക്രിസ്തു മുഖാന്തരം. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അപ്പൊ ദൈവം എന്ത് ചെയ്യുക? പുത്രന്മാരൊക്കെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആരിലൂടെ? മുഖാന്തരമായ ക്രിസ്തയേശുവിലൂടെ. നമ്മുടെ കുടുംബത്തിലും ഇല്ലേ കാരണഭൂതന് മുഖാന്തരം? കുടുംബത്തിലെ കാരണഭൂതനാണ് പിതാവ്, മുഖാന്തരമാണ് മാതാവ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല. സ്വർഗത്തിലെ ദൈവം എല്ലാം ചെയ്യുന്നത് തന്റെ പുത്രനിലൂടെയാണ്. പുത്രനെ മുഖാന്തരമാക്കിയിട്ടാണ്. തന്റെ ആത്മാവിനെ പുത്രന് കൊടുത്തിട്ട് പുത്രനെ ഉപയോഗിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ദൈവപുത്രന്റെ പ്രവർത്തനം ത്രിയേകം എന്ന് നമ്മളെപ്പോഴും പറയാനിടയിൽ. നമ്മളല്ല അറിയാവുന്നവർ, അല്ലാത്തവരും അത് വേറെ രീതിയിൽ കോൺട്രഡിക്ട് ചെയ്യും. ദൈവപുത്രന്റെ പ്രവർത്തനം ത്രിയേകമാണ്. ദൈവം തന്റെ ആത്മാവിനെ തന്റെ പുത്രനിൽ കൊടുത്തിട്ട് പുത്രനിലൂടെ പ്രവർത്തിക്കുന്നു. അതാണ് ഒരു ദൈവപുത്രന്റെ പ്രവർത്തനം. അതാണ് ഇമ്മാനുവൽ പ്രവർത്തനം. നമുക്ക് ഭാവിയിൽ അത് പഠിക്കാം. മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു ത്രിയേക പ്രവർത്തനമാണ് ക്രിസ്തയേശുവിലുള്ളത്. അപ്പോ ദൈവം പ്രവർത്തിക്കുകയാണ് ക്രിസ്തയേശുവിലൂടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായികനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. അപ്പൊ ദൈവം എന്താ ചെയ്യണേ? തന്റെ പുത്രന്മാരെ ഉണ്ടാക്കിയ ആരിലൂടെ? തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. ക്രിസ്തു മുഖാന്തരം പുത്രന്മാരുണ്ടാക്കുന്നത്. അപ്പൊ മറന്നു പോകരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കിപ്പോ ഒരു അല്പം ആശ്വാസം കിട്ടി. ആ സംഭവം താഴെ വെച്ചത് ഇനി വീണ്ടും എടുക്കാം, എങ്കിലല്ലേ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 ലോകങ്ങളെ നമുക്ക് കാണാം. ഇനി ഇത് കഴിഞ്ഞ സന്ദേശത്തിലെ കാണാത്തവർക്ക് വേണ്ടി ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ചില വചനങ്ങൾ വായിക്കാം. നിങ്ങൾക്കറിയാലോ,
ഏറ്റവും ജ്ഞാനമുള്ള മനുഷ്യനെ ഈ ഭൂമി കണ്ടത്, യേശു ക്രിസ്തു ദൈവപുത്രൻ കഴിഞ്ഞാൽ ഏറ്റവും ജ്ഞാനമുള്ള മനുഷ്യനെ ഈ ഭൂമി കണ്ടിരിക്കുന്നത് ശലോമോനെയാണ്. ശലോമോനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ശലോമോൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ ശ്രമിച്ചു. കുറെയൊക്കെ അദ്ദേഹത്തിന് ദൈവം ജ്ഞാനത്തിന്റെ ഗിഫ്റ്റ് കൊടുത്തത് കുറെയൊക്കെ മനസ്സിലായി, എല്ലാം മനസ്സിലായിട്ടില്ല. അപ്പോ അദ്ദേഹം മനസ്സിലായതൊക്കെ വെച്ചിട്ട് നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ നാം ആയിരിക്കുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്നതൊക്കെ, ഇതൊക്കെ നേരത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഭൂമി എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രന്റെയും കീഴിലാണ്, ആകാശത്തിന്റെ കീഴിലുള്ള ഭൂമി കേട്ടോ. ഈ ആകാശത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒന്നും പുതിയതായിട്ട് ഇല്ലെന്ന് അദ്ദേഹം പറയും. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കുറെയൊക്കെ വെളിച്ചം കിട്ടുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ സന്ദേശത്തിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞതാണ്, എങ്കിലും ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് പറയാം. കാരണം ഇതൊന്നും നമ്മൾ നോർമലി കേൾക്കുന്ന സബ്ജക്റ്റ് അല്ലല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം, ഓ ഫാദർ വി താങ്ക് ലോർഡ് ഐ ലവ് യു, അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് നടന്നു വരുമ്പോ അതിന്റെ 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വെളിച്ചം അതിലൂടെ ലഭ്യമാകാനായിട്ട്. അവിടെ പറയാണ്, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളത്. തണ്ടറിങ് വേടാണ് അല്ലെ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലം ഒന്ന് പറഞ്ഞു നോക്കി. നമുക്ക് മുൻപേ, നമുക്ക് ഇവിടെ മനുഷ്യരുണ്ട്. നമുക്ക് മുൻപേ പണ്ടത്തെ കാലം, ചുമന്ന ബോളിന്റെ സ്ഥലം കണ്ടു. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായി. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ചോദിക്കുകയാണ്, ഇത് പുതിയതെന്ന് പറയത്തക്കവണ്ണം ഇവിടെ വല്ലതുണ്ടോ? ക്രിസ്തുവിന് ഏകദേശം ഒരു 950 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആ വ്യക്തിത്വമാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് മനസ്സിലാക്കുക, ഇവിടെ എഴുതിയിരിക്കുക, അത് എഴുതിയിരിക്കുക, ഉണ്ടായിരുന്നത്. എവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ ഉണ്ടാകാനുള്ളത്. അതായത് നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഇവിടെ ഇനി ഉണ്ടാകാനുള്ളതാണ്. ഉണ്ടാകാനുള്ളതും ചെയ്ത് കഴിഞ്ഞത്, ഇവിടെ ചെയ്ത് കഴിഞ്ഞത് ഇവിടെ ഈ ഭൂമിയിൽ ചെയ്യുവാനുള്ളതും ആകുന്നു. നമുക്ക് ബുദ്ധിമുട്ടാ മനസ്സിലാക്കാൻ അല്ലേ? നമുക്ക് ഇതെന്താ ഇതിങ്ങനെ, നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇനി അടുത്തത്, ഇവിടെയാണ് സൂര്യനൊക്കെ ഉള്ളത് കേട്ടോ. ഈ ഭൂമിയില് ഏതിനും പറയാം, സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല കേട്ടോ. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. എന്നോട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ബൈബിളാണ് പറയണേ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ ഗൈഡൻസ്, അത് അദ്ദേഹത്തിന്റെ ചിന്തയെന്നല്ല ദൈവം പറഞ്ഞത്, അദ്ദേഹം ദൈവം കൊടുത്ത ഗൈഡൻസ്. സൂര്യന് കീഴിൽ ആണ്, ഈ ഭൂമിയിലാണ് സൂര്യനുള്ളത്. നിങ്ങൾക്ക് ഈ പുതിയ മണ്ഡലത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനും ചന്ദ്രനും വേണ്ട. ഇവിടെ ഈ ഭൂമിയിലാണ് സൂര്യനും ചന്ദ്രനൊക്കെ വന്നേക്കുന്നത്. സൂര്യന്റെ കീഴിൽ പുതിയതായി യാതൊന്നും ഇല്ല. അപ്പോ വ്യക്തം മനസ്സിലായല്ലോ, ഈ ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പുതിയതായിട്ട് യാതൊന്നുമില്ല. വീണ്ടും പറയാണ്, ഇത് പുതിയതെന്ന് പറയത്തക്ക വണ്ണം വല്ലതും ഉണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത്, അപ്പൊ നമുക്ക് മുമ്പ് ഒരു കാലമുണ്ട്, പണ്ടത്തെ കാലം. അതുണ്ട്. നമുക്ക് മനുഷ്യർക്ക് മുമ്പ് പണ്ടത്തെ കാലം അതുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആയി കഴിക്കുന്നു ശ്രദ്ധിച്ചേ, നമ്മുടെ മക്കള് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പലരും ഇണ്ടാതിരിക്കും. ചിലരും അപ്പനോട് അമ്മയോട് ചോദിക്കും, പപ്പ മമ്മ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതെ, ഈ നമ്മുടെ ബൈബിൾ പ്രകാരം മനുഷ്യനുണ്ടാക്കിയിട്ട് 6000 വർഷമല്ലായിരുന്നു, എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട്.
പക്ഷെ ഞങ്ങള് കോളേജിൽ പഠിച്ചല്ലോ, ഇതാ അവിടെ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഫോസിലായിട്ട് കണ്ടതും, ഇതാ ഞങ്ങള് ഏകദേശം ഒരു 3.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അരണയുടെ അല്ലെങ്കിൽ ഒരു മുതലയുടെ ടൈപ്പുള്ള ഒരു സ്കെൽറ്റൻ ആ അബുദാബിയിലെ അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ മ്യൂസിയത്തിൽ ഉള്ള വിവരം, അതിന്റെ പടമൊക്കെ പിക്ചറൊക്കെ ഞങ്ങൾ കാണാനായിട്ട് ഇടയായല്ലോ. ചിലർ ഞങ്ങളത് നേരിട്ട് പോയി കണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മുടെ ബൈബിൾ 6000 വർഷം എന്ന് മാത്രം പറയുന്നേ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവും. എന്റെ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ബൈബിള് പ്രകാരം 6000 വർഷം പഴക്കമേ ഈ സൃഷ്ടിപ്പിനുള്ളൂ നമ്മൾ ധരിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. 6000 വർഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ഡൊമോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ഭൂമിയില്ലേ, മനുഷ്യനെ സൃഷ്ടിച്ച ഭൂമി, അതിലാണ് 6000 വർഷം പഴക്കമെന്ന് ഏകദേശം നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിനു മുമ്പ് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ഭൂമിയാണ് ഈ കാണുന്ന സംഭവം. ഇത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞത്, ഇത് ദൈവം ഏതോ കാരണത്താൽ ആദ്യത്തെ ഭൂമിയെ ദൈവം ന്യായം വിധിച്ചു. തുടർന്ന് ആ ന്യായവിധിയിൽ നിന്ന് ഇതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഭൂമിയാണ് രണ്ടാമത്തെ ഭൂമി. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാകും. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഇതിനെ കുറിച്ച് കിട്ടുവാനായിട്ട് ഇടയാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യം. കേൾക്കുന്നില്ല സിസ്റ്റർ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ആ ഭൂമിയാണ് ഈ കാണുന്നത്. ഇത് ദൈവത്തിന്റെ വചനത്തിലൂടെ ഉണ്ടായതാണ്. തുടക്കത്തിൽ ദൈവം എന്തെങ്കിലും ചീത്തയായിട്ട് ഉണ്ടാക്കുമോ? ദൈവം ഉണ്ടാക്കുന്ന ഒക്കെ നല്ലതാണ്. പക്ഷെ അടുത്ത വാചകം നോക്കുമ്പോൾ കാണാം, ദൈവം ഉണ്ടാക്കിയ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന്റെ ട്രാൻസ്ലേഷൻ തന്നെ ഒരു മിസ്റ്റേക്കാണ്. ആയി തീർന്നു എന്നാണ് ആ വേർഡ് വരുന്നത്. ആയി തീർന്നു. ദൈവം ഉണ്ടാക്കുന്നതൊന്നും ചീത്തയല്ല, ആയി തീർന്നു. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഹയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അതിന്റെ അർത്ഥം ഇതാ, to exist, that is be or become, come to pass, become, come to pass. ആയിത്തീർന്നു. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. ഹലോ, ദൈവം ആക്കിയതല്ല, അങ്ങനെ ആയിത്തീർന്നു. നിങ്ങൾക്കറിയാം, പ്രവാചക പുസ്തകത്തിൽ പഠിക്കുമ്പോ നിവാസികളുടെ അകൃത്യം നിമിത്തം മലർവാടി മരുഭൂമിയായിത്തീരുന്നു. അതായത് താമസിക്കുന്ന വ്യക്തികളുടെ പാപം നിമിത്തം. ഇന്ന് പലരും പറഞ്ഞു തരാറില്ലേ, കാരണവന്മാർ അങ്ങനെ പറയുന്നു കേട്ടോ, അവർ ചെറിയൊരു അറിവുള്ളത് കൊണ്ടാണ്. ഇടോ, കാലാവസ്ഥ ഒക്കെ തെറ്റിക്കിടക്കെ, എല്ലാം പോയി ഒരു കൃഷിയും വെച്ചാൽ ഒന്നും കായുണ്ടാകുന്നില്ല, എല്ലാം കേടാണ്. അപ്പൊ അടുത്ത ആൾ പറയും, അതെ, ജനത്തിന്റെ കയ്യിരിപ്പുണ്ട്. അതായത് നിവാസികളുടെ അകൃത്യം നിമിത്തമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാ ഈ പറയണവര്.
കിട്ടിയ. അപ്പോ ഈ ഭൂമിയിൽ താമസിപ്പിച്ചിരുന്ന ഒരു വാസം, അതായത് ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ദൂതന്മാരെന്നാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ താമസിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, വ്യർത്ഥമായിട്ടല്ല അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായിട്ടത്രേ അതിനെ സൃഷ്ടിച്ചത്. പ്രവാചക പുസ്തകം വായിച്ചൊന്നും നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് ദൈവം ഭൂമിയെ ഉണ്ടാക്കി അവിടെ ചുമ്മാ കിടക്കുകയല്ല. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോ ഈ ഭൂമിയുടെ പ്രായം എത്രയെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഇതാണ് കുട്ടികൾ വിശ്വസിക്കാൻ പ്രയാസം. നമ്മളുടെ ബൈബിൾ പ്രകാരം 6000 വർഷം നമ്മൾ അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചത്, അല്ലേ? എന്നാൽ ഇത് അങ്ങനെയല്ല. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടർന്ന് ഭൂമിക്ക് എന്ത് പറ്റി? അത് പാഴും ശൂന്യമായി പോയി. അത് കഴിഞ്ഞിട്ടാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നത്. ആ ഒരു പോയിന്റ് മുതലാണ് 6000 വർഷം എന്ന് പറയുന്നത്. അല്ലണ്ട, അതായത് ഉൽപ്പത്തി 1-ന്റെ 3-ാമത്തെ വചനം മുതൽ ദൈവം ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേഷൻ അല്ല അവിടെ നടക്കുന്നത്, റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് വീണ്ടും പുതുക്കിപ്പണി എന്ന് പറഞ്ഞില്ല, നമ്മൾ വീട് പുതുക്കിപ്പണി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എല്ലാം പച്ചയൊക്കെ പിടിച്ച് കിടക്കുക, എല്ലാം പൂപ്പലൊക്കെ പിടിച്ച് കിടക്കുക, അതിനൊന്ന് റെഡിയാക്കി എടുക്കുന്നത് പോലെ ദൈവം അതിനെ വീണ്ടും റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോ ഉൽപ്പത്തി 1-ന്റെ 1-ലെ ഭൂമി എന്ന് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, ആരെങ്കിലും കമന്റ് എഴുതിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി എഴുതിയ മാർക്കില്ല. ശ്രദ്ധിച്ചേ, 4.5 ബില്യൺ വർഷങ്ങളാണ് ഭൂമിയുടെ വയസ്സ്. 4.5 ബില്യൺ വർഷങ്ങൾ. ബൈബിൾ അങ്ങനെ ഇത്ര പ്രിസൈസ് ഇൻഫർമേഷൻ തരുന്നില്ല. പക്ഷേ ബൈബിള് പ്രകാരം യഥാർത്ഥത്തില് വളരെ പഴക്കമുണ്ട് ഭൂമിക്ക്. എത്ര കാലവും നമുക്ക് അറിയത്തില്ല, വളരെ പഴക്കമുണ്ട്. ഇതുകൊണ്ടാണ് ഈ പണ്ടത്തെ ഭൂമിയിൽ അവിടെ നമ്മൾ താഴേക്ക് വാങ്ങിക്കുമ്പോ അവിടെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഏത് ടൈപ്പ് പോപ്പുലേഷൻ? മനുഷ്യരില്ലാതായത്, മനുഷ്യ ടൈപ്പ് വേറെ പല ജീവികളും ഒക്കെ ഉള്ളതായിട്ട് കാണുവാനായിട്ട് നമുക്ക് അവിടെ കഴിയും. പല ജീവികളോടെ ഉണ്ടായിരുന്നു, വേറെ ജനറേഷനോടെ ഉണ്ടായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും, ഈ പുരാതനമായ കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു അറിവില്ല. ഈ ദൈവജ്ഞാനം കൊടുത്ത ഈ ശലോമോനിലൂടെ കിട്ടുന്ന ഈ അറിവുകളും, പിന്നെ പുതിയ ഉടമ്പടി പുസ്തകത്തിൽ പുതിയ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴടക്കിയെന്ന് പറയുമ്പോ തന്നെ അതിന് അർത്ഥമുണ്ട് ദൂതനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ പഴയ ലോകം ആരുടെ കീഴിലായിരുന്നു? ദൂതന്റെ കീഴിലായിരുന്നു. പക്ഷെ പുതിയ ലോകം ആർക്കല്ല തന്നേക്കണേ? കണ്ടോ, അവിടെ ചെറിയ ഗ്ലിംസ് കിട്ടുന്നുണ്ടോ? പുതിയ ലോക ദൂതന്മാർക്കല്ല കൊടുത്തേക്കണേ. പുതിയ ലോകം യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച് ജയം പ്രാപിച്ചു വരുന്ന ദൈവപുത്രന്മാർക്കാണ് പുതിയ ലോകം കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ജയിക്കുന്നതിന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും എനിക്ക് മകനുമായിരിക്കും, അവൻ ദൈവപുത്രനായി. അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ചതോ ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവം ആക്കി വെച്ചത് ദൂതന്മാർ, ഇവിടെ ദൈവം ആക്കി വെച്ചത് മനുഷ്യപുത്രന്മാര്, ഇവിടെ ദൈവം ആക്കാൻ പോകുന്നതും ആക്കിക്കൊണ്ടിരിക്കുന്നതും ദൈവപുത്രന്മാര്. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ഇവിടെ ആയിരുന്നവർക്ക് ശിക്ഷ കിട്ടി, ഈ ഭൂമിയിലായിരുന്നവർക്ക് ശിക്ഷ കിട്ടി. ഇത് പാഴും ശൂന്യമായി പോയി. ഇതിനെ റെഡിയാക്കിയിട്ടാണ് ദൈവം അവിടെ മനുഷ്യരായ നമ്മളെ താമസിപ്പിച്ചേക്കണേ. പക്ഷെ ഇതിന് ആയുസില്ല മക്കളെ. ഈ സാധനത്തിന് എന്തില്ല? ആയുസില്ല. കുറച്ച് ദിവസമുള്ളൂ. ഇതിപ്പോ ഒഴിവാക്കും. ഇതെല്ലാം ഒഴിഞ്ഞു പോണതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നീതി വസിക്കുന്ന നിത്യം നിലനിൽക്കുന്ന പുതിയ ആകാശവും ഭൂമിയും ഇത് ഒഴിവാകും. അപ്പോ ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ഇവിടെയൊക്കെ കാണുന്നത് താൽക്കാലികമാണ്. ഇത് കാണാത്തതാ. ഈ ഭൂമി ഇത് ആത്മീയമാണ്, ഇത് ഭൗതികമാണ്, ഇത് താൽക്കാലികമാണ്, ഇത് നിത്യമാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മള് ഇത് തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫർ നടക്കുകയാണ്, ഇവിടെ ഒരു ഭരണത്തിന്റെ ചേഞ്ച് നടക്കുകയാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് യേശു സംസാരിച്ചതുപോലെ പ്യൂർലി സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. യേശുക്രിസ്തു പറയണല്ലേ, ചെറിയ ആട്ടിക്കൊണ്ടേ ഭയപ്പെടേണ്ട, ഭരണം നിങ്ങൾക്ക് തരുവാൻ, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതിലെന്തോ ഉള്ള ആരാധന എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ഭരണം നിന്റെ കയ്യിൽ തരാൻ പോവാണെന്ന്. ഏത് ഭരണം? ഇവിടത്തെ ഭരണം. മനസ്സിലായോ?
അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ കീഴിൽ ദൈവത്തിന്റെ ശരീരമായി ക്രിസ്തുവിന്റെ അവയവമായി നീയും കൂടി ഒരു ബോഡിയാകാൻ പോവാ. ഇനി റൂളിംഗ് ബോഡിയാണ് വരാൻ പോകുന്ന റൂളിംഗ് ബോഡി. അതിലേക്ക് ഇൻവിറ്റേഷൻ ആണ്. പക്ഷെ ഇവിടെ മതം കളിച്ചിട്ടുള്ള ക്രിസ്തു മതം. എന്റെ പ്രിയ മോനെ, ഇവിടെ പൊളിറ്റിക്കൽ ആത്മമണ്ഡലത്തിൽ ഭരണാധിപന്മാര് മാറാൻ പോവാ. നീ ഇതുപോലെ അറിഞ്ഞോ കുഞ്ഞെ? നീ ഇതുപോലെ അറിഞ്ഞോ? ആത്മമണ്ഡലത്തിൽ ഭരണാധിപന്മാര് മാറാൻ പോവാ. ദൈവത്തിന്റെ വചനം വെളിപ്പാട് 11:15 പറയാണ് ഭരണം മാറാൻ പോവാണ്. ഭരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഈ ലോകത്തിന്റെ ഭരണം ഇത് നോക്കിയേ കേട്ടോ. ഈ ലോകത്തിന്റെ ഭരണം ഇതിന്റെ അല്ല, ഈ ലോകത്തിന്റെ ഭരണം നമ്മളുടെ ദൈവത്തിനും ദൈവത്തിന്റെ ക്രിസ്തുവിനുമായി തീരും. പിതാവിന്റെയും പുത്രന്റെയും കയ്യിലേക്ക് ഭരണം കിട്ടാൻ പോവാണെന്ന് ഇത് തിരിച്ചറിയണം. ഈ ഭരണം കിട്ടിയിട്ട് വേണോ നമ്മുടെ കയ്യിലേക്ക് ഭരണം തരാൻ. വായിച്ചാട്ടെ വെളിപ്പാട് 11:15. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. പൊളിറ്റിക്കൽ ചേഞ്ച് കണ്ടോ? നമ്മൾ ഇവിടെ കോൺഗ്രസ് മാറി കമ്മ്യൂണിസ്റ്റ് ആകാനും BJP മാറി ഇങ്ങോട്ട് മാറാനൊക്കെ കാത്തിരിക്കുക. ശ്രദ്ധിച്ചേ, ഇവിടെ പിശാചിന്റെ കയ്യിൽ നിന്ന് ഭരണം മാറി അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ സർവ്വപ്രപഞ്ചത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഭരണം മാറാൻ പോവാ. അത് മാറിയിട്ട് വേണം നമുക്ക് തരാനായിട്ട്. ചെറിയ ആട്ടിക്കൂടെ പോയി ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ബൈബിൾ കണ്ടു നോക്കളെ. നിങ്ങൾ ബൈബിൾ ഒന്ന് വായിച്ചു നോക്ക്. രാജസുവിശേഷത്തിന് ഇതൊന്നും പറയില്ല. ഒറിജിനൽ സുവിശേഷമാണോ ഇതൊക്കെ നിങ്ങൾ കേൾക്കും. ഇതൊരു സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ ആണ്. അങ്ങനെ ഭരണാധിപന്മാര് മാറുകയാണ് ഇവിടെ. അപ്പൊ ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ നിങ്ങൾ പറയൂ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞത് ആരാധന അലരിയോ പറയൂ, സ്തോത്രം പറയൂ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഞങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്ന്. ശ്രദ്ധിച്ചേ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമുക്ക് അറിവില്ലാഞ്ഞിട്ടാ. കൊളോസ്യർ 3:1-2 പറഞ്ഞ എന്നാന്നറിയാമോ? എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടെ വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവ് പറയാണ്. അപ്പം പറയാ, കഴിഞ്ഞ സന്ദേശം പറഞ്ഞു, കേറി വാടാ മക്കളെ എന്ന് പറയുന്നത് പോലെ. ഇതൊരു സിനിമയിലില്ലേ ഇങ്ങനെയൊക്കെ? എടാ മക്കളെ കേറി വാടാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം, ഞാൻ നിങ്ങളുടെ നാടൻ പാട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, മനസ്സിലാകാൻ. ദൈവം പറയാണ്, ക്രിസ്തേശുവിൽ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഏതാണത്? ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പേൻ. എന്നിട്ട് പറയണേ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എന്താ അവിടെ നടക്കണേ? കൊളോസ്യർ 3:1-2 വായിച്ച സിസ്റ്റർ, എന്താ അവിടെ നടക്കണേ? ആർക്കെങ്കിലും താഴെ കമന്റ് എഴുതാമെങ്കിൽ അതൊക്കെ എഴുതിക്കോ. അവിടെ എന്താ നടക്കണേ? ആരെങ്കിലും ഷാജി ജോസഫ് ദുരുപദേശം എന്ന് പറഞ്ഞ എഴുതാനാണെങ്കിൽ അങ്ങനെ എഴുത്. അല്ല, അവിടെ എന്താ നടക്കണെന്ന് അറിയാമെങ്കിൽ അത് എഴുത്. ഹല്ലേലൂയ. കൊളോസ്യർ 3:1-2 വീണ്ടും ജനിച്ചവരോട് പറയാണ്, തല്ലുപിടിച്ച് നടക്കാതെ അവിടെ എന്താ നടക്കണെന്ന് അന്വേഷിക്കേ. കൊളോസ്യർ 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കണ്ടോ? ഇനി ഈ ഉയരത്തിൽ എന്താ നടക്കണേ? ഉയരത്തിൽ ഭരണം മാറുന്നതിനെ കുറിച്ച് അപ്പനും മകനും തമ്മിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അത് നടത്തിയെടുക്കുക. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, എന്നോട് ഒന്നും പറഞ്ഞില്ല, ആരാധിച്ചുകൊണ്ടിരിക്കാനാ പറഞ്ഞെന്നെ. ദൈവത്തിന്റെ വചനം പറയാണ്, 110 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പിതാവ് പുത്രനോട് പറയാണ്, എന്താണ് ഈ സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്തുള്ള കാര്യം അന്വേഷിക്കാനല്ലേ പറഞ്ഞേ? അവിടെ എന്താ നടക്കണേ അറിയോ? മനസ്സിലാക്കണം. അവിടെ ഭരണം മാറുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കാണ്, പ്രവർത്തനം നടക്കാണ്. അവിടെ പിതാവ് പുത്രനോട് പറയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുന്നത് വരെ നീ എന്റെ വലതുഭാഗത്തിരിക്കാൻ. അവിടുത്തെ കാര്യം അന്വേഷിക്കാനല്ലേ പറഞ്ഞേ?
ഭരണം മാറുന്ന കാര്യം അന്വേഷിക്കാനല്ലേ പറഞ്ഞേ? വായിച്ചേ 110:1 സങ്കീർത്തനം 110:1. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അപ്പം മോനോട് പറയാണ്, ഭരണം നിന്റെ കൈ കിട്ടിയിട്ടില്ല, ഭൂമിയുടെ ശത്രുവായ പിശാചാണത് വാഴുന്നേ. ആ ശത്രുവിനെ ഞാൻ നിനക്ക് പാദപീഠമാക്കി തരാം. അതുവരെ നീ എന്റെ വലതു ഭാഗത്ത് ഇരിക്കെ. എന്നിട്ട് ഷാജിനോടും മേരിനോടും ചിന്നമ്മയോടും പറയാണ്, ഇനിയും ഭൂമിയിലുള്ള കാര്യം അന്വേഷിച്ച് നടക്കാതെ മുകളിലേക്ക് വാ മക്കളെ, ഈ ഭരണം മാറുന്ന കാര്യത്തെ കുറിച്ച് അന്വേഷിക്കേ. പിശാചിനെ കാൽ കീഴിലാക്കാൻ നോക്ക്. അതല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ച് കളയുമെന്ന്. പക്ഷെ അത് ആര് പറയാൻ? സാത്താനെ ചതക്കപ്പെട്ട് കിടക്കല്ലേ. ഹല്ലേലൂയ. റോമ 16:20 പറയാണ്, സമാധാനത്തിന്റെ ദൈവം എന്തെന്നറിയാമോ? വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ച് യേശുവിനോട് പറയുന്നു, ഞാൻ ശരിയാക്കി തരാം, നിന്റെ ശത്രുവിനെ ഞാൻ പാദപീഠമാക്കി തരാം, അതുവരെ വന്നു പോകാതിരിക്കെ. നമ്മളോട് ഇത് തന്നെയാ പറയണേ. ദൈവം സാത്താനെ നമ്മുടെ കാലിന്റെ കീഴിലാക്കി ചതയ്ക്കും. അപ്പൊ അതിനൊന്നും നേരമില്ല. വേറെ പലതും ഇട്ടു വന്നിരിക്കുക കളിക്കാൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, ഏത് നിയമത്തിൽ വേണം സ്നാനം? ആ സ്നാനമാണോ ശരി, ഈ സ്നാനമാണോ ശരി? നിങ്ങൾ തല്ലി ചാകാൻ പിശാച് വെച്ചിരിക്കുക. ഉള്ള കാര്യത്തിലേക്ക് കടന്നു മക്കളെ. മോളിൽ ഭരണം ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിനുള്ള ഡിസ്കഷനും പ്രവർത്തനവും നടക്കുക. കുടുംബകാര്യത്തിലേക്ക് കയറി വാ. 16:20 റോമ 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അത് കേട്ടോ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ ഈ ലോകത്തിന്റെ ഭരണാധികാരിയായ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. അതിന് മുകളിൽ കയറി ചെന്നാലല്ലേ കാല് കൊടുക്കാൻ പറ്റും. ഞാൻ പറയാം, കേറി വാ മക്കളെ. ഇനിയും ഭൂമിയിലുള്ളതെല്ലാം ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പേ. കേറി ചെല്ല് മക്കളെ, ഹൃദയം കൊണ്ട് കേറി ചെല്ല്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തിക്കാൻ ഇടയാകും. ഇതല്ലേ ബുദ്ധിയുള്ള ആരാധന. റോമ 12 പറയാണ്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധന എന്താ? നിങ്ങളുടെ ജീവനുള്ള ശരീരങ്ങളെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് കൊടുക്ക്. അതത്രേ ബുദ്ധിയുള്ള ആരാധന. അപ്പൊ ബുദ്ധിയുള്ള ആരാധന ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജീവിത വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ശരീരം ദൈവത്തിന് ജീവിപ്പാനും ദൈവം നമ്മളിലൂടെ ജീവിപ്പാനോ, അങ്ങനെ ക്രിസ്തുവിൽ ഉണ്ടായ ഇമ്മാനുവൽ ഫംഗ്ഷൻ ദൈവം മനുഷ്യരോടുകൂടെ എന്നുള്ളത് വെളിപ്പെടുത്തുവാനുമായി ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാണ്ട് മതതർക്കങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ ഇന്ന് അല്പമായി അറിയുന്നു. ആ അല്പമായി അറിയുന്നതിൽ പല എററുകളും ഉണ്ട്. എന്നാൽ ഇതാണ് ശരി, അതാണ് ശരി എന്ന് പറയാൻ തർക്കിച്ച് നടക്കാതെ ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിന്റെ തലയോളമാകുവാൻ, ക്രിസ്തുവിനെ അനുഗമിക്കുകയോ സ്വകീയ പിതാവിന്റെ മാറിൽ എത്തുവാൻ ചെയ്യുവാൻ നമ്മൾ നിന്നാൽ പിശാച് നമ്മുടെ കാലിന്റെ കീഴിലാകും. ഈ ലോക ഭരണം പിതാവിന്റെയും പുത്രന്റെയും കൈ കെട്ടു. അതോടുകൂടെ ഇതാ നമുക്ക് വാഗ്ദത്തം ചെയ്ത കിങ്ഡം, ചെറിയാട്ടക്കൊട്ടനെ ഭയപ്പെടേണ്ട കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തരുവാൻ ഇടയാകും. പ്രിയ കുഞ്ഞുങ്ങളെ, യേശു ക്രിസ്തുവിടെ ഒന്നും മതം സ്ഥാപിക്കാനൊന്നുമല്ല. എന്നാൽ പിശാചിന്റെ വ്യാജ സുവിശേഷം അതൊരു മതത്തിലേക്ക് അതിനെ റിഡ്യൂസ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് അവന്റെ തന്ത്രമാണ്. യേശു ഒരു മതം ഇവിടെ സ്ഥാപിച്ചില്ല. എന്നാൽ പിശാച് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഇവിടെ പല മതങ്ങളും ഉണ്ടായിരുന്നു. ആ മതത്തിലെ ഒന്നിലേക്ക് ഇതിനെ റിഡ്യൂസ് ചെയ്ത് കളഞ്ഞു, താഴ്ത്തിക്കളഞ്ഞു. ഇവിടുത്തെ എല്ലാ മതങ്ങളും പറയുന്നത് ഇവിടെ കിട്ടുന്നതിനെ കുറിച്ചും ഇവിടത്തെ കാര്യങ്ങളെ കുറിച്ചുമാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് മുമ്പേ നീ അപ്പന്റെ വീട് ദൈവരാജ്യം അന്വേഷിക്കുക, വരാൻ പോകുന്ന ഭാവി ലോകത്തെ അന്വേഷിക്കാനാ പറഞ്ഞത്. അത് ബൈബിളിലെ സിലബസിൽ പോലും ഇല്ല എന്ന് പല വട്ടം വിളിച്ചു പറഞ്ഞിട്ട് നട്ടലുള്ള ഒരു വ്യക്തി പോലും അതൊന്ന് ചോദിക്കാൻ, വിളിച്ചു പറയാൻ, അതിനെക്കുറിച്ച് അറിയിപ്പാൻ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെതായി ക്രിസ്തുവിൻ്റെതായി ജീവിക്കാൻ, പിശാചിൻ്റെതായി ജീവിക്കാൻ. അതിന്റെ ഗുണം നമ്മൾ തിരിച്ചറിയുവാനായിട്ടിടയാവും. ദൈവത്തിൻ്റെതായി ജീവിച്ചാൽ അതിന്റെ ഗുണം നാം തിരിച്ചറിയുവാനായിട്ടിടയാവും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതിന് കുറെ റിപ്പീറ്റേഷൻ ഉണ്ട്. ആ റിപ്പീറ്റേഷൻ ഒക്കെ നല്ലതാ. അത് നിങ്ങൾക്ക് ഒരു അപ്പോളോസ് മിനിസ്ട്രി കൊടുക്കുക. അപ്പൊ തന്നെ കുറെ താക്കീതുകളുണ്ട്.
അതാ കുറെ വാണിങ്ങുകളുണ്ട്. അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ഇതാ ദൈവത്തിന്റെ വചനം നാം വായിച്ച ആ ഭാഗത്തേക്ക് വരാം. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 9 നാം വായിച്ചത്. 9-10 നമ്മൾ വായിച്ചത്. അവിടെ ഇതാ ഭാഗം ഒന്നും കൂടി നമ്മൾ വായിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതാ 3:5 സഭാപ്രസംഗി 3:15 കൂടി നാം കടന്നു വരികയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ് 1:9 ഉണ്ടായിരുന്നതോ ഉണ്ടാകാനുള്ളതും, ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ ഉണ്ടാകാനുള്ളതും, ഇവിടെ ചെയ്തു കഴിഞ്ഞത്, ഈ പഴയ ഭൂമി ചെയ്തു കഴിഞ്ഞത് ഇവിടെ ചെയ്യുവാനുള്ളതുമാകുന്നു. ഈ ഭൂമി സൂര്യന്റെ കീഴിലാണ്. സൂര്യന്റെ കീഴിൽ പുതിയതായി യാതൊന്നും ഇല്ല. ഇത് പുതിയതെന്ന് പറയത്തക്ക വണ്ണം വല്ലതും ഉണ്ടോ? നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത്, നമുക്ക് മുമ്പ് പണ്ടത്തെ കാലം അത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇനി പുരാതന ജനത്തെ കുറിച്ച്, അതായത് ഓർമ്മയില്ലല്ലോ. ഇവിടെ ഉണ്ടായവരെ കുറിച്ച് നമുക്ക് യാതൊരു ഓർമ്മയും ഇല്ല. വരുവാനുള്ളവരെ കുറിച്ച്, പിന്നത്തേതിൽ വരുവാനുള്ളവർക്ക് ഓർമ്മ ഉണ്ടാകില്ല. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് യാതൊരു ഓർമ്മയില്ല. പണ്ട് ആരൊക്കെ വന്നു പോയെന്ന് ഇനി വരാനുള്ളവർക്ക് യാതൊരു ഓർമ്മയും ഇല്ല. ഇനി നമുക്ക് ഇതിന് 3:15 കൂടെ ഒന്ന് വായിക്കാം. 15 കൂടെ വായിക്കാം. വായിച്ചാട്ടെ. 3:15 സഭാപ്രസംഗം 3:15. പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പ് ഉണ്ടായിരുന്നതും തന്നെ, കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഹലോ, കേട്ടോ? നമ്മുടെ അപ്പൻ എന്നാ ചെയ്യണേ? കഴിഞ്ഞു പോയത്, ഇവിടെ കഴിഞ്ഞു പോയത് അതൊക്കെ ഇതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഇവിടത്തെ ദൂതന്മാരെ എന്നെ വിളിച്ചിരുന്ന പേരെന്നറിയാമോ? അറിയോ നിങ്ങൾക്ക്? ദൈവപുത്രന്മാർ. ഇന്ന് ദൈവം എന്താ ചെയ്യണേ? അനേക പുത്രന്മാരെ ഉണ്ടാകും. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കും. മനസ്സിലായോ? യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നപ്പോ കൂടെ സാത്താനും ചെന്നു. അവനും ദൈവപുത്രനിൽപ്പെട്ടവനാ. മനസ്സിലായോ? പണ്ടുണ്ടായതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. അപ്പൊ ദൈവം എന്താ അന്വേഷിക്കുന്നത്? മനസ്സിലായോ? അപ്പൊ നമുക്ക് അത് തന്നെ അന്വേഷിച്ചാലോ? മക്കളെ, ദൈവം എന്താണ് അന്വേഷിക്കുന്നത്? അതിന് നമുക്ക് അന്വേഷിച്ചാലോ? ദൈവം അന്വേഷിക്കുന്നതല്ലേ ദൈവം ചെയ്യുന്നേ, അല്ലേ? നമ്മൾ ഹെബ്രായർ 2:10 വായിച്ചപ്പോ ദൈവം എന്താ ചെയ്യണേ? മറന്നുപോയോ? ഇത്ര പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയാ ദൈവം അവിടെ ചെയ്യുന്നത് കേട്ടില്ലേ? സകലത്തിനെല്ലാത്തും സകലത്തിനും കാരണബോധനമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോ കണ്ട പുത്രന്മാരെ ഒരുക്കല്ലേ? ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ തന്നതിന് വേണ്ടിയാ? ഈ കഴിഞ്ഞു പോയതിനെ ഉണ്ടാക്കിയെടുക്കാനല്ലേ? എന്താണത്? ദൈവപുത്രന്മാരെ ദൈവത്തിന്റെ വചനം പറയുന്നു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും IPC കാരനാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. കത്തോലിക്കനാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. ആകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണോ? ദൈവപുത്രന്മാരാകാനുള്ള അധികാരമല്ല മക്കളെ. ഇതല്ലേ വന്നിട്ട് പറയുന്നത്? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. അകം കത്തട്ടെ. ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. എന്താ കഴിഞ്ഞു പോയത്? ഹല്ലേലൂയ. കഴിഞ്ഞു പോയത് ദൈവം തന്റെ പുത്രന്മാരുമായി ജീവിക്കുന്ന ആ പഴയ കാലഘട്ടം, ബില്യൺ കണക്കിന് വർഷങ്ങൾ പഴയത് എന്ന് പറയപ്പെടുന്ന കാലഘട്ടം, ഒരു വമ്പൻ തകർച്ച സംഭവിച്ച് ദൈവം അതിനെല്ലാം ഒന്ന് പുനഃസൃഷ്ടിച്ച് പുതിയ പ്രൊജക്ട് ഇതായി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ആ പ്രൊജക്ട് വചനങ്ങൾ എഴുതിയിരിക്കുന്നത്, അവനെ എഴുതിയിരിക്കുന്നു പൂർത്തിയായി. എന്ത് പൂർത്തിയായി? നമ്മൾ അന്വേഷിച്ചോ? ഇല്ല. ദൈവത്തിന്റെ പ്രൊജക്ട് പൂർത്തിയായി. മക്കളുടെ നിർമ്മാണം പൂർത്തിയായി. തുടർന്ന് പറയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. അപ്പോ അവിടെ എഴുതിക്കുകയാണ് ഇപ്പോഴുള്ളത് കണ്ടോ? ഇവിടെ ഉള്ളത് പണ്ടുണ്ടായിരുന്നതാ. ഞെട്ടിക്കുന്ന വാർത്തയല്ലേ ഇത്? ഇവിടെ ഉള്ളത് പണ്ടുണ്ടായിരുന്നതാ.
ഉണ്ടാകാനുള്ളതും ഇവിടെ ഇനി ഉണ്ടാകാനുള്ളത്. കാരണം ഇദ്ദേഹം എഴുതിയത് ഏകദേശം 2900 ഇയേഴ്സ് മുമ്പാ. ക്രിസ്തുവിന് ഒരു 900 ഇയേഴ്സ് മുമ്പാ സൽമാനൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോ ഇതാ ഉണ്ടാകാനുള്ളത് മുമ്പേ ഉണ്ടായിരുന്നതിന് ഇവിടെ ഉണ്ടാകാനുള്ളത് ഇവിടെ ഈ കേട്ടോ, ഈ ഭൂമിയിൽ, മനുഷ്യന്റെ ഭൂമിയിൽ ഉണ്ടാകാനുള്ളത് പണ്ടത്തെ ഭൂമിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. കഴിഞ്ഞുപോയത് എന്താണ്? ദൈവം തന്റെ പുത്രന്മാരുമായി ജീവിക്കുകയായിരുന്നു. ഗൃഹസ്ഥനായ മനുഷ്യൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നതല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. പുത്രന്മാരിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. നമുക്ക് അതിന്റെ പൂർണ്ണ ഡീറ്റെയിൽസ് നമുക്കില്ല. ഇനി നമുക്ക് കാണാം, നമ്മൾ ദൈവപുത്രന്മാരാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആ ദൈവപുത്രന്മാരെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ അകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ബൈബിൾ എടുത്ത് വചനം എടുത്ത് വായിക്കണം. ഒരിക്കല് സദൂക്യർ എന്ന് പറയുന്ന ഒരു കൂട്ടർ യേശുവിന്റെ അടുക്കൽ വന്നു, യേശുവിനെ വാക്കി പിടിക്കാൻ വേണ്ടി. അവര് വന്നിട്ട് പറഞ്ഞത്, ഒരു സഹോദരി വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചുപോയി. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ആ സഹോദരൻ വിവാഹം കഴിച്ചു, മക്കളെ ജനിപ്പിക്കണം. അങ്ങനെ 7 പേര് വിവാഹം കഴിച്ചു. എന്നിട്ട് 7 പേര് മരിച്ചുപോയി. എന്നിട്ട് ഈ സഹോദരി മരിച്ചു. പുനരുദ്ധാനത്തിൽ ഈ സഹോദരി ആരുടെ ഭാര്യ ആയിരിക്കും എന്ന് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം. കാരണം സദൂക്യര് പറയുന്നു പുനരുദ്ധാനം ഇല്ലെന്നാണ്. എന്തിനാന്ന് പറഞ്ഞതറിയാം? നമ്മൾ ഭാവിയിൽ ആരെപ്പോലെ ആകാൻ പോകാന്ന്. ദൈവദൂത തുല്യം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരുന്നേ. നമ്മൾ ഭാവിയിൽ ദൈവദൂത തുല്യരും, അതായത് ആത്മരൂപികളും, നമ്മുടെ പേര് ദൈവപുത്രന്മാരെന്നായി. ഞാനിത് പഴയതായിട്ട് ലിങ്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ പഴയ ഭൂമിയിൽ എന്ന് പറയുന്ന ദൂതന്മാരുടെ ഭൂമിയാണ്. ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. ഈ ദൂതന്മാരെ വിളിച്ചിരുന്ന ദൈവപുത്രന്മാർ. നമ്മൾ ഇനി ആകാൻ പോകുന്ന ദൈവപുത്രന്മാർ, ദൈവദൂത തുല്യരും, അതായത് ആത്മരൂപികളും, അപ്പോൾ തന്നെ ദൈവപുത്രന്മാരുമാണ്. അപ്പോ ഈ ഒരു തലം നാം തിരിച്ചറിയുക. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരും, അപ്പൊ ഈ പഴയ ആളുകളൊക്കെ ആരായിരിക്കും എന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കണം, അവരൊക്കെ നമ്മളുടെ സേവകാത്മാക്കളായി മാറും. പഴയവര് നമ്മളുടെ സേവകാത്മാക്കളായി മാറും. ഹല്ലേലൂയ. നമ്മൾ ഹൈ ലെവലുള്ള യേശുവിന് അനുരൂപമായ ദൈവപുത്രന്മാരായി തീരും. അപ്പൊ ഈ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കുമ്പോ ഇത് മറന്നുപോകരുത്. ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. ഒന്ന് പറഞ്ഞ്, എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. പറഞ്ഞോ? എന്നിട്ട് ഒന്നുകൂടി പറ, ദൈവം അന്വേഷിക്കുന്നതിനെ തന്നെ നമുക്കും അന്വേഷിക്കാം. ഓക്കെ, ദൈവം അന്വേഷിക്കുന്നതിനെ തന്നെ നമുക്കും അന്വേഷിക്കാം. ഇതല്ലേ കർത്താവ് അയച്ചു പറഞ്ഞേ, നീ എന്തു അന്വേഷിക്കണേ? തിന്നാനോ, ഉടുക്കാനോ, കുടിക്കാനോ? മുമ്പേ ദൈവം അന്വേഷിക്കടാ. ഞാൻ എന്റെ നാടൻ ഭാഷ പറയാം കേട്ടോ. അതെന്താണ്? മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുന്നേ. എന്താ ദൈവരാജ്യം? ദൈവത്തിന്റെ രൂപം. അപ്പൊ ദൈവം അന്വേഷിക്കുന്നത് നമുക്ക് അന്വേഷിച്ചു വിടാം മക്കളെ. ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് ഞാനല്ല, ദൈവമാ എന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു എന്നോട് സംസാരിക്കുന്നേ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞെ, കടന്നു വാ ആ അപ്പന്റെ വീട്ടിലേക്ക്, ധൂർത്തപുത്രന്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവ് പോലെ ഒന്നും കേറി വാ മക്കളെ എന്നല്ലേ അപ്പം പറയണേ. കേറി വാ. ഹല്ലേലൂയ. ഇതാ ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 34-ാം വാക്യം. യേശു ക്രിസ്തു സദൂക്യരുടെ ഉത്തരം പറയുന്ന രംഗം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭാവിയിൽ യോഗ്യരാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഞാൻ ആരാധിച്ചു യേശുവിനെ കർത്താവായി പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. ജയിച്ചാലേ പോവുള്ളൂ. അവിടെ യേശു പറയാണ്, ജയിച്ചു കഴിഞ്ഞാൽ നീ ദൈവദൂത തുല്യനാണ്. നിന്റെ പേര് ഇനി മനുഷ്യപുത്രൻ എന്നല്ല, ദൈവപുത്രൻ. വായിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിക്കുവാനും കഴിയുകയില്ല.
അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. ഹല്ലേലൂയ. കണ്ടോ ഇവിടെ പേര് മാറിയതുണ്ടോ? പേര് ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമായിരുന്നു. ഇത് ദൈവദൂതന്മാരുടെ ലോകമാണ് ഈ കാണുന്നത്. ഇത് മനുഷ്യപുത്രന്മാരുടെ ലോകമാണ് ഈ കാണുന്നത്. ഇത് ദൈവപുത്രന്മാരുടെ, ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാരുടെ ലോകമാണ് ഈ കാണാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ കഥ പറയാണ് സദൂക്യരോട് ഭയങ്കര വെളിച്ചം നമുക്ക് തരുന്നേ. യേശു അതിനുത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ കണ്ട, ഈ ലോകം കണ്ട, ഭൂമി കണ്ട, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തു. ഇവിടെയുള്ള ആണും പെണ്ണും ഒക്കെ ഇപ്പുറത്തേക്ക് മാറി എല്ലാം ദൈവപുത്രന്മാരാ. ഹല്ലേലൂയ. തിരിച്ചറിയണോ? എങ്കിലും ഈ ലോകത്തിനും, ഞാൻ പറഞ്ഞു പോയി, എങ്കിലും ഈ ലോകത്തിന് ഈ കാണുന്നുണ്ട് ആ ലോകം എന്ന് പറയുന്നത്, ആ ലോകം ഇതാണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം കേട്ടോ, ഇതാണ് സുവിശേഷം. എങ്കിലും ആ ലോകം, അതാണ് ദൈവരാജ്യം, ആ ലോകത്തിനും ഇവിടെ ഈ ലോകത്തിൽ നിന്ന്, മനുഷ്യരുടെ ലോകത്ത് നിന്ന് മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ. അപ്പൊ ഇവിടുന്ന് പോണെങ്കിൽ എന്നാ വേണം? ചുമ്മാ പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യേശുവിന്റെ കർത്താവ് സ്വീകരിച്ചിട്ട് കാര്യമില്ല, യോഗ്യത വേണം. യേശുവിന്റെ കർത്താവ് ശരിക്കും യോഗ്യത കിട്ടാൻ വേണ്ടിയാ കേട്ടോ. കർത്താവ് സ്വീകരിച്ചുകൊണ്ട് മാത്രം യോഗ്യരാകുകയില്ല, അവർ യേശുവിനെ അനുഗമിച്ച് ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് കടന്നു വരികയും അതാണ് ദൈവ ഇഷ്ടം, ദൈവപുത്രന്മാരായി മാറുന്നത്. ഓക്കെ, ആ കർത്താവ് ഒരുക്കുന്നത്, പിതാവ് ഒരുക്കുന്ന പുത്രന്മാരാണെന്ന് മക്കളെ. ഇതല്ലേ എഴുതിയേക്കണേ, സകലത്തിലെ ലാക്കും കാരണബോധനമായ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. യേശുവിനെ തന്നതിന് വേണ്ടിയാ, ക്രിസ്ത്യാനി വർദ്ധിച്ചേരാനല്ല. യേശുവിനെ കേൾക്കൊണ്ട് അവർ നാമവിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാൻ, ഇതാണ് ദൈവ ഇഷ്ടം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, എങ്കിലും ആ ലോകത്തിനും, എന്റെ വിരൽ നോക്കിയാൽ കാര്യം മനസ്സിലാവും കേട്ടോ, ദൈവരാജ്യം ആ ലോകത്തിനും മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് യോഗ്യരായവർ, എവിടെ നിന്ന്? ഈ ഭൂമിയിൽ നിന്ന് യോഗ്യരായവർ ഈ ലോകത്തിൽ, അതായത് ദൈവരാജ്യത്തിൽ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ഇല്ല, അവർക്കിനി മരിപ്പാനും കഴിയില്ല. കാരണം ദൈവരാജ്യത്തിൽ മരണമില്ല. ഹല്ലേലൂയ. മരണമില്ല, അവർക്കിനി മരിപ്പാനും കഴിയില്ല. ഇനി അടുത്തത്, അവർ ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് പുനരുദ്ധാന പുത്രന്മാരാകിയാൽ അവർ ദൈവദൂത തുല്യരും. അതായത് ഇനി ജനരൂപികളല്ല, ദൈവദൂത തുല്യര്. അവരുടെ പേര് മാറി ദൈവപുത്രന്മാരും ആകുന്നു. ഇതല്ലേ ദൈവത്തിന്റെ വചനം വെളിപ്പാട് 27 പറഞ്ഞത്, ജയിക്കുന്നവരുടെ അവകാശമാക്കിയിട്ട് ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കേട്ടില്ലേ? ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ മകനാകുന്നു വിളിച്ച വിളിയല്ല എന്റെ പൊന്നുപോലെ. വിട്ടുകളയണോ ഇത്? മണ്ണെ പ്രതി മാണിക്യം കളയത്തിൽ നിന്ന് പാട്ട് മാത്രം മതിയോ? നമുക്ക് യഥാർത്ഥത്തിൽ ആകണ്ടേ? ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ കേട്ട് അതിശയം തോന്നണില്ലേ? അപ്പോ ഇവിടത്തെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ദൂതന്മാരായിരുന്നു. ഇവിടത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാന്ന് നമുക്ക് അറിയാനല്ലേ? ഏത് മനുഷ്യർ? മരണമുള്ള മനുഷ്യർ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിച്ചു പോണേ? കാരണം മരണത്തിന്റെ അധികാരിയായ പിശാചാണ് ഈ ലോകത്തിന്റെ ഭരണാധികാരി. അവനാണ് വാഴുന്നതെന്ന് അറിയാതെയാണ് എല്ലാവരും വാഴുന്നത്. അത് രാഷ്ട്രീയ പാർട്ടി എയും ബിയും സിയും ഡിയും ഒക്കെ വാഴുക, പക്ഷെ ഒരെണ്ണത്തിനെ വാഴാൻ ആരനുവദിക്കത്തില്ല. മരണത്തിന്റെ അധികാരിയായ പിശാച് ഇവരെ ഒരെണ്ണത്തിനെ വാഴാൻ അനുവദിക്കത്തില്ല. അതിനു മുമ്പ് ഇവനെ വെട്ടിക്കൊന്ന് കൂടിച്ചുവിടും മരണത്തിലൂടെ. ഹല്ലേലൂയ. അപ്പോ ഞാൻ സംസാരിക്കുന്ന ഈ ലോകത്തിന്റെ പൊളിറ്റിക്സ് അല്ല കേട്ടോ, ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റിക്സുകാരനും അല്ല. കാരണം ഞാൻ ഹൈ ലെവൽ പൊളിറ്റിക്സുകാർ സംസാരിക്കുന്നത്, ഹൈ ലെവൽ. കാരണം ഇതാ കർത്താവ് യേശു എന്നോട് സംസാരിക്കുന്ന ഈ പൊളിറ്റിക്കൽ കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളാകാൻ പോകുന്നത് MLA-യും MP-യും 5 വർഷം കൊണ്ട് കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ട മന്ത്രിയും അല്ലെന്നേ. ഇനി അവിടെ ഇരുന്നാലും മരണം കൊന്നു കളയുന്ന ആരും അല്ലെന്നേ. പകരം നിങ്ങൾ ഇവിടെ ജീവിക്കാൻ പോണ ആരായിട്ടാണെന്നറിയാമോ? എന്നേക്കും ജീവിക്കുന്ന MP, MLA, മന്ത്രിയല്ല, രാജാക്കന്മാരായി, ദൈവത്തിന്റെ മക്കളായി, ദൈവദൂത തുല്യരായ, ദൈവപുത്രന്മാരായ, ആത്മരൂപികളായ ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഭാഷയായി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് മനുഷ്യരുടെ സപ്പോർട്ടും മനുഷ്യരുടെ വോട്ടും അല്ല വേണ്ടത്. അത്യുന്നതനായ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കൽ മാത്രമേ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ജയിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞ്, നിങ്ങൾ ഭൂമിയിൽ നിങ്ങളുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. യേശു പറയാണ്, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെയല്ല. ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ജനാധിപത്യത്തിൽ നിങ്ങളാണ് നിങ്ങളുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവരാജ്യം ജനാധിപത്യമല്ല, കിങ്ഡമാണ്. കിങ്ഡത്തിൽ ഇതാ രാജാവാണ് പ്രജകളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് രാജാവാണ് തന്റെ കീഴിലുള്ള ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി ഇതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഈ ഒരു വചനോട് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം.
ഹല്ലേലൂയ. കുറെ വെളിച്ചങ്ങളെല്ലാം ദൈവം നമുക്ക് അവിടെ ഇവിടെയൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുക. ഇതാ ദൈവത്തിന്റെ വചനം. ഓ ഫാദർ താങ്ക് യു. Lord, I love you. Father, we thank you. യോഹന്നാന്റെ സുവിശേഷം 15:16 നമുക്കൊന്ന് വായിക്കാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ട് ഇടയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:16 നമുക്കൊന്ന് കടന്നു വരാം. Father, we thank you. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ വരുംകാലത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ ഭൂമിയിൽ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്. ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ല, ഭരണാധികാരിയായ രാജാവാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ദൈവമാണ് തെരഞ്ഞെടുക്കുന്നത്. ക്രിസ്തുയേശുവിലൂടെ ആരൊക്കെ വേണമെന്ന്. ഇതുപോലെയാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് നഷ്ടമാകരുത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. യേശു നമ്മളെ തെരഞ്ഞെടുത്തെങ്കിലും പലരെയും അവസാനം തുപ്പിക്കളയും. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയ ഇതാ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഈ യാത്ര നിങ്ങൾ നിസ്സാരമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ ഭൂമി ക്രിസ്തുയേശുവിലൂടെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് കൂടെ താമസിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് നമുക്ക് ഓടാം. ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചു. എന്നോട് വ്യക്തതയോടെ, കൂടുതലായ വ്യക്തതയോടെ എന്നോട് സംസാരിച്ചു. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നഷ്ടമാക്കരുത്. ഈ ലോക ജീവിതം ഇപ്പോൾ തീരും. ഈ ശ്വാസം ഇപ്പോൾ തീരും. ഈ പഠനങ്ങൾ ഇപ്പോൾ തീരും. പക്ഷെ നമുക്ക് തീരാത്ത, അവസാനമില്ലാത്ത ഒരു ദൈവഭവനം ക്രിസ്തുവിൽ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മളെ വിളിക്കുക. ദൈവത്തോടു കൂടെ ജീവിപ്പാൻ, ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മതതർക്കങ്ങളൊക്കെ വിട്ടിട്ട്, ഈ ലോകത്തോടുള്ള സ്നേഹമൊക്കെ വിട്ടിട്ട്, ഇവിടെ നമുക്ക് കാര്യങ്ങൾ ആവശ്യമാണ്, പക്ഷെ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നിലനിൽക്കത്തില്ല. ഇവിടെ നിന്ന് ജയം പ്രാപിച്ച് ദൈവസന്നിധിയിൽ എത്തുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ശരണപ്പെടാം. നമുക്ക് കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കേട്ടിട്ട്, ദൈവമേ ഇതിന്റെ ആഴങ്ങൾ എനിക്ക് പറഞ്ഞു തരണമേ, ഇതിന്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഇന്ന് ഞാൻ അങ്ങ് കേട്ടു, എല്ലാ കണ്ണലും അടയട്ടെ. ഇന്ന് ഞാൻ കേട്ടു, ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. എന്താണ് കഴിഞ്ഞു പോയത്? കഴിഞ്ഞു പോയത് ദൈവം ദൈവപുത്രന്മാരുമായി ഒരുമിച്ച് ജീവിക്കുന്ന അമനോഹരമായ കാലം. ഹല്ലേലൂയ. ആ കാലത്തേക്ക് ദൈവം തിരിച്ച് നമ്മളെ വീണ്ടും കൊണ്ടുവരികയാണ്. ദൈവം ആ കാലത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ 3 കാലങ്ങൾ: ദൂതന്മാരുടെ ലോകം, മനുഷ്യരുടെ ലോകം, ദൈവപുത്രന്മാരുടെ ലോകം. ഹല്ലേലൂയ. ദൂതന്മാരുടെ ലോകം അത് ഒരു ന്യായവിധിയിൽ അവസാനിക്കപ്പെടുകയുണ്ടായി. നാം അത് മനസ്സിലാക്കിയിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇതാ തുടർന്നും ഇന്ന് റീക്രിയേറ്റ് ചെയ്ത ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം റീക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇന്ന് നാം ആയിരിക്കുന്ന ഈ താൽക്കാലികമായ ഭൂമിയും താൽക്കാലികമായ ആകാശവും ഭൂമിയും കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുന്ന ദൈവത്തിന്റെ വചനം പറയും. ഇതൊന്നും നിലനിൽക്കത്തില്ല. അവിടെയാണ് ഞാൻ നിങ്ങളിവിടെ ആയിരിക്കുന്നത്. ഇവിടുത്തെ ഒന്നും നിലനിൽക്കത്തില്ല. കാണുന്ന താൽക്കാലികമാണ്. എന്നാൽ കാണാത്ത, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. അത് നിത്യം നിലനിൽക്കുന്നതാണ്. അതിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ദൈവത്തോടൊപ്പം വസിപ്പാൻ ക്രിസ്തുയേശുവിൽ നമുക്ക് ഒരുങ്ങി നമുക്ക് കടന്നു പോകാം. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ, ഇത് ഞാൻ ഒരുക്കാൻ പോകുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും വരും, നിങ്ങളെ ചേർക്കുവാൻ ഞാൻ വീണ്ടും വരും. അപ്പോൾ നാം ഈ യേശു ക്രിസ്തു വരുമ്പോൾ നാം ഒരുങ്ങിയിരിക്കുന്നവരായി കാണണമോ, അതോ ഈ ലോകത്തിന്റെ തിരക്കുകളില്, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളില്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലെല്ലാം ഓടി അവസാനിക്കുന്നവരായി നാം
തുപ്പിക്കളയപ്പെടുവാൻ ഇടയാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ, യേശു നമ്മളെ തുപ്പാതിരിപ്പാൻ നമുക്ക് യേശുവെ അനുസരിച്ച് അനുഗമിച്ച് ആ ക്രിസ്ത്യാനി രൂപതയിൽ നമുക്ക് ജീവിക്കാം. ആരെങ്കിലും യേശുവിനെ രക്ഷകനെ കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതാ ഇപ്പോൾ ഈ വിട്ടുലോകത്ത് രക്ഷപ്പെടുവാൻ വേറെ യാതൊരു വഴിയില്ല. ആകാശത്തിലും മനുഷ്യരുടെയും മനുഷ്യരക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിനെ, പ്രിയമകനെ പ്രിയമകളെ, നിന്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഈ ദുഷ്ടലോകത്ത് രക്ഷപ്പെടുവാൻ എല്ലാവരെയും ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ കണ്ടിട്ടുള്ള ഈ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇനി ശബ്ദ കാഴ്ച പരിധിയില് കർത്താവെ യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, MP3 മറ്റു വിവിധ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുല്യമായ വചനങ്ങൾ അങ്ങേക്ക് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇതാ പുരാതന ലോകത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല, അങ്ങയുടെ ആത്മാവ് ഓർപ്പിച്ച് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിലൊന്നും അർഹതയില്ലപ്പാ. ഇതിലൊന്നും ഞങ്ങൾ കുറ്റവും പറഞ്ഞ് കർത്താവെ ഞങ്ങളെ തന്നെ നരകയോഗ്യരാക്കാതെ ക്രിസ്തുവോട് പഠിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരായി അങ്ങനെ എത്തിച്ചു ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ചാനലിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രിയ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവെ, ഇത് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ധാരാളം ഭൗതിക താൽക്കാലിക ആവശ്യങ്ങൾ ഉണ്ടാകാം. അതിന്റെ മുകളിലെല്ലാം അങ്ങയുടെ മഞ്ഞുമഴ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്ന സത്യം കൊടുക്കണേ, അങ്ങയുടെ ജീവൻ കൊടുക്കണമേ, അങ്ങനെ സമാധാനം കൊടുക്കണമേ. അങ്ങ് എനിക്ക് ആത്മീയ അധികാരം നിന്നുകൊണ്ട് ഇപ്പോൾ രോഗികളായിരിക്കുന്ന ഏതെല്ലാ വ്യക്തികളുടെ ആ രോഗമുള്ള ഭാഗങ്ങൾ വിശ്വാസത്തെ കരം വെച്ചാട്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവം തരുന്ന കരം. ഞാനൊരു ഡോക്ടറൊന്നുമല്ല, പകരം കർത്താവ് എന്നിലൂടെ പലരെയും സ്പർശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്പർശനം ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭ്യമാകാം. നിങ്ങൾ അതിന് യോഗ്യതയുള്ളവരെങ്കിൽ വിശ്വാസത്തെ കരങ്ങളെ അവിടെ വെച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സൗഖ്യം ഈ മക്കളുടെ മേൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇവർക്ക് ജീവനും ഇവർക്ക് സമൃദ്ധിയും ഇവർക്ക് ആരോഗ്യവും എല്ലാവിധ ജ്ഞാനവും കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഭവനത്തിൽ എത്തിപ്പാനിടയാണ്. യേശു ക്രിസ്തുനാഥൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈ ചാനലിനെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് യു അപ്പ. നന്ദി നന്ദി നന്ദി. ദൈവത്തിലെ അവരെ സഹായിക്കട്ടെ. കൂട്ടാരിയുടെ ഇത്രത്തോളം നേരം നമ്മളോട് കൂടി ആയിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ആദ്യത്തെ ഏകദേശം ഒരു 25 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുവാനുണ്ടായി. ഇന്ന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് സഹോദരൻ സഹായിച്ചല്ലോ. ട്യൂൺസ് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഗോസ്പൽ ടിവിയോടും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.